എന്റെ കയ്യില് ഒരു റോഡ് മാപ്പ് ഉണ്ട്. ഒരു 100 കോടി അച്ചീവ് ചെയ്യാനുള്ള റോഡ് മാപ്പ് എന്റെ കയ്യിലുണ്ട്. നിങ്ങളുടെ ആ ഐഡിയ കിടിലനായിരുന്നു. അത് എവിടെന്ന് ആ അത് കിട്ടി? അത് ആ സമയത്ത് തോന്നിയ ഒരു തോട്ടാ. നമ്മള് മാർക്കറ്റിൽ ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് ഇറക്കണം. അപ്പൊ അത് ചോദിക്കും അതിപ്പോ എങ്ങനെയാണ്? അത് ഇമ്പോസിബിൾ ആണ്. ഓക്കെ, നിങ്ങൾ മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റ് ഇറക്കിക്കോ. ആ ഒരു പ്രൊഡക്റ്റിൽ നിങ്ങൾ ഒരു ഇന്നോവേഷൻ കൊണ്ടുവരണം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമുക്കൊരു സെലിബ്രിറ്റി വന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ എനിക്ക് തന്നെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഞങ്ങൾക്ക് അതിനുള്ള ഒരു ടീമുണ്ട്, R&D ടീം എല്ലാം നമുക്കുണ്ട്. മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ മറ്റതുണ്ട്, ഇതൊന്നും എനിക്ക് ഒരു വിശ്വാസമില്ല. അതായത് കത്രീന കൈഫിന്റെ ഒരു ബ്രാൻഡ് ഉണ്ട്, കെ ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ട്. ഇവരിത് 2 കോടി ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങിയതാ. നൈക്കനായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഇന്ന് അതിന്റെ വാല്യുവേഷൻ എന്ന് പറഞ്ഞത് 350 കോടി രൂപയാണ്. ഈ ഒരു ഇന്നോവേഷൻ ലോകത്ത് വേണ്ട ഇന്നോവേഷൻ ആണ്. അതായത് പേറ്റന്റ് ഉണ്ട്. ഇപ്പൊ US-ലല്ലേ ഈ പ്രശ്നം? ചൂടുണ്ട് വണ്ടിയുടെ ഉള്ളിൽ. ഇത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രശ്നമല്ല. ഇതിൽ നിന്ന് ഗുഡേര അടുത്ത ലെവലിലേക്ക് പോണെങ്കിൽ അങ്ങനെ ഒരു ടീമാണ് ഇനി ഞാനിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെ ഒരു ആള് അല്ലെങ്കിൽ അങ്ങനെ ഒരു ടീം ഞങ്ങൾക്ക് വേണം ഇനി. എൻ്റെ ഒരു എഞ്ചിനീയറിങ്ങിനൊക്കെ പോണ സമയത്ത് എല്ലാവരും പറഞ്ഞിരുന്നത് ഇവനെ കണ്ടുപഠിക്കുന്ന പറഞ്ഞിരുന്നത്. പിന്നെ എൻ്റെ ഇങ്ങനത്തെ ഒരു ഫേസ് സിനിമയുടെ പിന്നാലെ പോകുന്നതൊക്കെ ആയപ്പോ ആരും പിന്നെ എന്നെ കണ്ടു പഠിക്കണം എന്ന് പറയണില്ല. ഷഫീഖിന്റെ ഒരു വിശ്വാസം, ഒരു ബിലീഫ്, അത് ആ ഒരു ഫെയ്ത്ത് ഓഫ് ബിലീഫ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് ഷഫീഖ് ഈ ഒരു ലെവലിൽ എത്തില്ലായിരുന്നു. ഇല്ല, 2020 മുതലേ നമ്മൾ ആമസോണിന്റെ ബെസ്റ്റ് സെല്ലറാണ്. ആ കാറ്റഗറിയിൽ തന്നെ ഒരുപാട് വലിയ ബ്രാൻഡുകളുണ്ട്, പല പ്രൊഡക്റ്റുകൾ, ഇലക്ട്രിക് പ്രൊഡക്റ്റുകൾ ഉണ്ട്. പക്ഷെ അതിൽ നമ്മൾ ബെസ്റ്റ് സെല്ലർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുൽഖർ സക്സസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹം അതിലൊരു സ്മാർട്ട് ഇൻവെസ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് ആൾ ചെയ്യുന്നത്. ഹലോ എവ്രിബഡി, ഇന്ന് നമുക്ക് ഇൻ ഫോക്കസ് ബിഹൈൻഡ് ദ ബ്രാൻഡിൽ നമുക്കൊരു നല്ല രസമുള്ള ഒരു ഓൺട്രപ്രണർഷിപ്പ് സ്റ്റോറിയാണ്. സംബഡി ഹൂ സ്റ്റാർട്ടഡ് അപ്പ് എ കമ്പനി, ഒരു ഐഡിയ ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നിപ്പോൾ ആമസോൺസ് ചോയ്സ് ആണ്, ബെസ്റ്റ് സെല്ലറാണ്, പേറ്റന്റ് ടെക്നോളജിയാണ്. ഒന്നും പറയണ്ട, വാട്ട് എ സക്സസ് സ്റ്റോറി. ആൻഡ് ദ ബ്രാൻഡ് ഇസ് കോൾഡ് ഗുഡ് എയർ. ഇൻഫാക്ട് ഒരു കാറിലെ എയർ പ്യൂരിഫയർ ആണ്, വിച്ച് ഇസ് നോൺ ഇലക്ട്രിക് എയർ പ്യൂരിഫയർ. ആ കാറ്റഗറിയിലെ നമ്പർ 1 ആണ്, ബെസ്റ്റ് സെല്ലർ ആണ്. So congratulations. And Shafiq, welcome to our show. Shafiq Mohammed Shafiq, he is the founder and managing director of Good Air. ആൻഡ് നമുക്ക് നേരെ ഫ്ലാഷ് ബാക്കിലേക്ക് പോവാം. കാരണം ഞാൻ ഷഫീഖിന്റെ ഇന്റർവ്യൂ വേറൊരു ചാനൽ കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള കാര്യം മനസ്സിലായത്, പണ്ട് സപ്ലൈ അടിച്ച് ഏതോ പ്രോജക്റ്റ് കൊടുത്തത് അത് പൊടിയൊക്കെ അടിച്ചെടുത്ത് അതിൽ നിന്നുണ്ടാക്കിയ ഒരു പ്രോഡക്റ്റ് ആണിത്. സോ ടെൽ മീ അബൌട്ട് ദ ടൈം ദാറ്റ് യു ടുക്ക് ഔട്ട്. ആ ഒരു പ്രോജക്റ്റ് എടുത്ത് നമുക്ക് ഇതൊന്ന് ബിസിനസ് ചെയ്ത് കളയാമെന്ന് തോന്നിയ ആ ഒരു ടൈം ഉണ്ടല്ലോ, പൊട്ടിപ്പാളീസായി അച്ഛൻ്റെ പൈസ മുഴുവൻ കൊണ്ടുപോയി കുളമാക്കി, ഷെയർസിൽ കൊണ്ടുപോയി എല്ലാം 10 ലക്ഷം രൂപ 8 ലക്ഷം രൂപ എത്ര 10 ലക്ഷം രൂപ കൊണ്ടുപോയി കുളമാക്കി. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു സക്സസ് ജേർണി. ഹൗ ഫാസിനേറ്റിംഗ് ഇറ്റ് ഈസ്. കൻ യു പ്ലീസ് ടെൽ മീ? ഫാദറിന്റെ 10 ലക്ഷം ഷെയർ മാർക്കറ്റിൽ പോയി. അത് നമുക്ക് ഷെയർ മാർക്കറ്റിനെ പറ്റിയിട്ട് വേണ്ട രീതിയിലുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരു തവണ നമ്മള് പൈസ പോയപ്പോ വിചാരിച്ച് ആ ഒരു റീസൺ കൊണ്ടായിരിക്കും ആ പൈസ പോയിട്ടുണ്ടാവുക. അതെ അതെ, അപ്പൊ അതായിരിക്കുമല്ലോ നമുക്ക് പൈസ പോകാനുള്ള റീസൺ. എന്നോട് ഒരാൾ പറഞ്ഞത്, നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. സ്റ്റോപ്പ് ലോസ് ഈ ട്രേഡിംഗിൽ അവരുടെ ഒരു ടൈം ഉണ്ട്, സ്റ്റോപ്പ് ലോസ്. അതായത് നമുക്കൊരു ലോസ് വന്ന് അവിടെ വെച്ച് കട്ട് ചെയ്യണം, അവിടുന്ന് കട്ട് ചെയ്യണം. ആ പൈസ പോയി, പിന്നെ നമ്മൾ നോക്കരുത്. അപ്പോ അതുകൊണ്ടാണ് പൈസ നഷ്ടപ്പെട്ടത് എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ച് ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു, ഈ പറഞ്ഞ പൈസ കംപ്ലീറ്റ്. പിന്നെ ഡെയിലി സ്റ്റോപ്പ് ലോസ് അടിക്കലായിരുന്നു. അങ്ങനെ ആ പൈസ കംപ്ലീറ്റ് പോയി കിട്ടി. എൻ്റെ ഫാദറാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ബിസിനസ് ആണെങ്കിലും എന്ത് പറഞ്ഞാലും, ഈവൻ ഞാൻ പഠിക്കുന്ന സമയത്ത് വരെ ഇപ്പം എല്ലാ കുട്ടികളും നിങ്ങൾ ഇന്നത് പഠിക്കുക, അല്ലെങ്കിൽ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുക. പക്ഷെ എൻ്റെ വീട്ടിൽ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്താണെങ്കിലും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാനുള്ള ഒരു ഫ്രീഡം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു ചെറുപ്പം മുതൽ തന്നെ. ഞാനാണ് പറഞ്ഞത് എഞ്ചിനീയറിങ്ങിന് പഠിക്കാം എന്ന് വീട്ടിൽ ഞാൻ പറയണത്. എൻ്റെ നാട്ടിൽ തന്നെ ആ സമയത്ത് ഒരു എഞ്ചിനീയർ ഇല്ല, എൻ്റെ അറിവിലില്ല. ഞാൻ കമ്പ്യൂട്ടർ സയൻസിനാണ് ചേരുന്നത്. കമ്പ്യൂട്ടർ സയൻസിന് ചേരുന്ന സമയത്ത് എൻ്റെ വിചാരം ഇത് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എഞ്ചിനീയറിംഗ് ആയിരിക്കും. നമ്മൾ
ഫോട്ടോഷോപ്പ്, അതുപോലെ ഗെയിം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടി അഡോബ് പ്രീമിയർ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ വേർഡ് എക്സൽ ഒക്കെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ക്ലാസ്സിൽ പോയി തുടങ്ങിയ സമയത്താണ് നമുക്ക് മനസ്സിലാകുന്നത് A+B² ഫുള്ള് നമ്മളെ മാത്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ കമ്പ്യൂട്ടർ ഉണ്ട് നമുക്ക്, പക്ഷെ അവിടെ ഒരു ലാബിൽ കുറേ കമ്പ്യൂട്ടർ ഇരിക്കുന്നുണ്ടാവും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊരു ബ്ലൂ സ്ക്രീനിൽ ആഷ് ഇൻക്ലൂഡ് stdio.h എന്ന് പറഞ്ഞിട്ട് C+ പ്രോഗ്രാംസ്, ജാവ, നമ്മളെ മനസ്സിലുള്ള ഒരു സംഭവേ അല്ല കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത്. പിന്നെ അവിടെ ജോയിൻ ചെയ്തു. ആ ഒരു സമയത്ത് എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ ഒരു കപ്പ് ഓഫ് ടീ അല്ല, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിന്നൊന്നും കിട്ടാനില്ല, എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. അതിന് ഞാൻ ഓരോ എക്സാമുകളൊക്കെ വരുമ്പോൾ ഞാൻ ഫെയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്കാണെങ്കിൽ ഈ ഇത് നിർത്തി പോകാനും പറ്റില്ല, കാരണം ഞാൻ പറഞ്ഞൊരു ഐഡിയ ആണല്ലോ എഞ്ചിനീയറിങ്ങിന് പോകുക എന്നുള്ളത്. അങ്ങനെ ഡൊണേഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ നിൽക്കേണ്ടി വന്നു. പക്ഷെ സെയിം ടൈം തന്നെ ഞാൻ നമുക്ക് എന്താണ് കഴിവ് എന്നൊക്കെ ഉള്ളൊരു ഒരു അന്വേഷണം നടക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി എനിക്ക് നല്ല ഇമാജിനേഷൻ പവർ ഉണ്ട്. എനിക്ക് എന്നെ തന്നെ തോന്നുകയാണ് കേട്ടോ. അതുണ്ടല്ലോ, അതെ അതെ. അങ്ങനെ ഞാൻ കുറച്ച് സ്റ്റോറീസ് ഒക്കെ എഴുതി തുടങ്ങി, കഥകള്. ഞാൻ നന്നായി സിനിമ കാണും. അപ്പോൾ എനിക്ക് മനസ്സിലായി സ്ക്രിപ്റ്റ് റൈറ്റിംഗ് അത് നല്ലൊരു പരിപാടിയാണ്, നമുക്കത് ചെയ്യാം. അതിന് ഞാൻ കുറച്ച് സ്ക്രിപ്റ്റൊക്കെ എഴുതി സിനിമയുടെ പുറകെ നടക്കുന്നു. പല ആളുകളെ, നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ നമ്മൾ കാണാൻ നോക്കുന്നു, എന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള കുറേ സ്ട്രഗിൾസ്. ആരൊക്കെ പോയി കണ്ടായിരുന്നു? ഫഹദ് ഫാസിലിനെ കണ്ടിട്ടുണ്ട്, ആ സമയത്ത് കഥ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ചാപ്പാകുരിശ് ഇറങ്ങിയതിൻ്റെ ശേഷം ആ സമയത്ത്. പിന്നെ ശ്രീനിയേട്ടനായിട്ട് ഒരു പ്രൊജക്റ്റ് ഡിസ്കഷൻ കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് ഈസ് ഓക്കെ, ഫസ്റ്റ് ഹാഫ് കറക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ പോലെ ഇരുന്ന് ഫസ്റ്റ് ഹാഫ് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ കറക്റ്റ് ആവുന്നില്ല. അങ്ങനെ കുറേ സമയം പോയി. പിന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസസ് വളരെ മോശമായിട്ട് വന്നു തുടങ്ങി. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള പല കഥകൾ ഇത് പോയിട്ട് ഇതുപോലത്തെ സിനിമകൾ വന്നു തുടങ്ങി. അതെ. നമുക്ക്, അതായത് നമ്മൾ പറഞ്ഞ കഥയാണ്, അത് പല ആളുകൾക്കും അറിയാം, പക്ഷെ അത് വേറെ സിനിമയിൽ വരുന്നു. പിന്നെ ഞാൻ തന്നെ എഴുതി ഏകദേശം സെറ്റാക്കി എല്ലാം എൻ്റെ പേരിൽ വന്നൊരു സിനിമ, അത് റിലീസിങ്ങിൻ്റെ തൊട്ട് മുമ്പായിട്ട് എൻ്റെ പേര് മാറുന്നു. പിന്നെ അങ്ങനെ കുറേ ലീഗൽ പ്രോബ്ലംസ് സംഭവങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ഇതെല്ലാം കോളേജിന്റെ കൂടെ നടക്കുന്ന കാര്യങ്ങൾ. കോളേജിന്റെ കൂടെ ഇത് തുടങ്ങുന്നുണ്ട്, എന്നിട്ട് കോളേജ് കഴിഞ്ഞിട്ട് ഇത് നടക്കുന്നുണ്ട്, ഞാൻ സപ്ലൈ എഴുതാൻ പോകുന്നുണ്ട്. എൻ്റെ ഫാമിലിയിൽ ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. ഉപ്പ ഗൾഫിലായിരുന്നു. ഗൾഫില് ഉപ്പ അവിടുത്തെ ഒരു മിലിറ്ററി കോർട്ട് ജഡ്ജ് ഉണ്ട്, ഖൽഫാൻ അൽ മഹ്റബി. 40 വർഷം ഒരു പ്രവാസിയായിട്ടുള്ള ആളാണ് എൻ്റെ ഫാദർ. ഈ 40 വർഷം കഴിഞ്ഞിട്ട് എൻ്റെ ഫാദർ റിട്ടയർഡ് ചെയ്തിട്ട് നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ എൻ്റെ ഫാദർ എനിക്ക് ചെയ്തു തന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഫാദർ എൻ്റെ മദർ ആണെങ്കിലും എന്ത് പറഞ്ഞാലും മേടിച്ചു തരിക. അത് നമ്മൾ കുറേ 3 പിള്ളേരാണ്. ഇപ്പം ഞങ്ങളെല്ലാവർക്കും, ഇപ്പം എൻ്റെ സിസ്റ്റർ ആണെങ്കിലും എൻ്റെ ബ്രദർ ആണെങ്കിലും, ഇപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, B എന്ന് പറഞ്ഞ ബൈക്ക് മേടിച്ചു തരും, C എന്ന് പറഞ്ഞ കാർ മേടിച്ചു തരും. ഞാൻ കോളേജിലൊക്കെ ഒരു സെക്കൻഡ് ഇയറിൽ കാറിലാണ് പോയിരുന്നത്. അപ്പോൾ ഇത് നമ്മൾ മേടിക്കുന്നതല്ല, നമ്മൾ വീട്ടിൽ നിന്ന് മേടിച്ചു തരുന്നതാണ്. അപ്പോൾ എല്ലാവരും പറയും നിങ്ങൾ മക്കളെ വളരെ ഓമനിച്ച് വളർത്തി വഷളാക്കും എന്നൊക്കെ അങ്ങനെ പറയുന്ന കേസുണ്ട്. പക്ഷെ ഇവരിതൊന്നും മൈൻഡ് ചെയ്ത് തരുന്നില്ല. അപ്പോൾ ഇവർക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്ത് തന്നിട്ട്, നമുക്ക് ഒരു 40 വർഷത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞിട്ട് നമ്മളെ ഫാദർ നാട്ടിൽ വരുന്നു, നമുക്ക് എന്താ തിരിച്ച് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന സമയത്താണ് ഞാൻ ഈ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മറ്റേ പരിപാടി. എനിക്കൊരു രൂപ ഇവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ സമയത്താണ് എനിക്കൊരു ഫ്രണ്ട് ഈ ഷെയർ മാർക്കറ്റിൻ്റെ ഐഡിയ പറഞ്ഞു തന്നത്. അപ്പോൾ അതിൽ ഭയങ്കര കോമഡിയാണ്. അതായത് ഈ സപ്ലി ഉള്ളവർക്ക് നമുക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിന് പോകാൻ പറ്റില്ല. അങ്ങനെ ഉണ്ട് വലിയ കമ്പനികൾക്കൊക്കെ. അപ്പോൾ TCS, ഇൻഫോസിസ് ഒക്കെ നമ്മളെ കോളേജിൽ വന്ന് പ്ലേസ്മെന്റ് നടത്തും. അപ്പോൾ നമുക്ക് പോകാൻ പറ്റില്ല ഇതിന് സപ്ലി ഉള്ള കാരണം. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, ഈ ഷെയർ മാർക്കറ്റിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞെന്ന്, ഈ TCS, ഇൻഫോസിസിലൊക്കെ ഇവർ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, ആ കമ്പനി നമ്മുടെ കമ്പനിയാണ്, അതിന്റെ ഷെയർ മേടിച്ച അവർ നമുക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവര് നമ്മുടെ അവൻ തൃശ്ശൂർ ഒരു റിബി എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഇത് ഞാനിപ്പോൾ ഈ പോഡ്കാസ്റ്റ് കാണുന്ന ആളുകൾ ഒരു 90% ആളുകളും എൻ്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ടുണ്ടാവും ഈ ഷെയർ മാർക്കറ്റിൽ. നമ്മൾ എത്രയൊക്കെ പഠിച്ചാലും എന്തൊക്കെ പഠിച്ച് ചെയ്താലും ഓരോ ദിവസം ഓരോ പുതിയ ചലഞ്ചാ നമുക്ക് മനസ്സിലാവുക. നമുക്ക് നഷ്ടത്തിലാവാനുള്ള പുതിയ കാരണങ്ങൾ വരും. അപ്പൊ അങ്ങനെയാണ് എൻ്റെ ഒരു അത് പൊട്ടിയത്. ഏകദേശം കംപ്ലീറ്റ്ലി പൊട്ടി. അത് പൊട്ടിയത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ പൈസ
എൻ്റെ ഫാദർ നാട്ടിലേക്ക് വന്നല്ലോ. അപ്പോൾ ഫാദറിൻ്റെ ഒരു റിട്ടയർമെൻറ്റ് ഫണ്ടാണ് ഈ 10 ലക്ഷം അല്ലെങ്കിൽ 12 ലക്ഷം രൂപ ഫാദറിൻ്റെ കയ്യിലുള്ളത്. അപ്പം എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോൺഫിഡൻസ്. അതായത് ഷെയർ മാർക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടും, ഭയങ്കര കോൺഫിഡൻസ്. അപ്പം ഞാൻ എൻ്റെ ഫാദറിനോട് പറയാണ്. അപ്പോൾ ഫാദറിനാണെങ്കിൽ എനിക്കൊരു ജോലിക്ക് പോകാത്തൊരു പ്രശ്നം ഫാദറിനുണ്ട്. എന്നാൽ എന്നോട് പറയണമൊന്നുമില്ല കേട്ടോ ജോലിക്ക് പോകുന്നു. അതായത് ലോകത്ത് എവിടെ ഉണ്ടാവില്ല എൻ്റെ പോലത്തെ ഒരു വീട്, അങ്ങനത്തെ ഒരു സംഭവം. ആരും അച്ഛനും അമ്മൊന്നും ജോലിക്ക് പോകുന്ന അങ്ങനൊന്നും പറയണില്ല. അപ്പോൾ ഫാദറിനോട് ഞാൻ പറയണേ നമുക്ക് ഇങ്ങനെ ഒരു ബിസിനസ് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഫാദറിൻ്റെ ഈ റിട്ടയർമെന്റ് ഫണ്ട് മുഴുവൻ എടുത്തിട്ട് എനിക്ക് തന്നു. ആ പൈസ ഞാൻ പറഞ്ഞു ഇത് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ മാസം ഒരു 25 അല്ലെങ്കിൽ 50,000 മാസം ഫാദറിന് തരാം. അപ്പോൾ ഫാദറിൻ്റെ ചിലവും കാര്യങ്ങളും കഴിഞ്ഞു പോകുമല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഈ 10 ലക്ഷം രൂപ ഇട്ടയിലാണ് ഒരു 1-2 മാസം കൊണ്ട് ഈ 5 ലക്ഷം കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത്. പിന്നെ ബാക്കിയുള്ള 5 ലക്ഷം കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാദറിന് കൊടുക്കുന്നു. 50,000 കൊടുക്കണല്ലോ. അങ്ങനെ ഒരു 4-5 മാസം കൊടുത്തു. പിന്നെ ബാക്കിയുള്ള എനിക്കും ചെലവുകളുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ആ പൈസ മൊത്തത്തിൽ അങ്ങനെ കാലിയാവാണ്. എന്നിട്ട് ഞാൻ ഫാദറിനോട് പറഞ്ഞു നമ്മളിപ്പോൾ ഇനി ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂല് വേണം ഇനി നമ്മൾ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാൻ. അങ്ങനെ ഒരു നിമിഷത്തിൽ ഫാദർ എന്നോട് പറഞ്ഞു മോനെ ഞാൻ തിരിച്ച് ജോലിക്ക് പോയാലോ, തിരിച്ച് ഗൾഫിലേക്ക് പോയാലോ. അപ്പോൾ ആ ഒരു മൊമെന്റിലൊക്കെ എനിക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, ഇനി എന്താ ചെയ്യാം, അങ്ങനെ ഒരു ഡിപ്രഷൻ. അതായത് ഈ പൈസ പോയ സമയത്ത് ഞാനൊരു 70 കിലോൻ്റെ അടുത്തുണ്ടായിരുന്നു. ആ സമയത്ത് ഒറ്റടിക്ക് ഒരു 55-56 കിലോയിലേക്ക് ഞാൻ വന്നു, ടെൻഷൻ അടിച്ച്. അങ്ങനെ ഒരു മൊമെന്റിലാണ് എൻ്റെ ഈ കഷ്ടപ്പെട്ട ജീവിതത്തിലേക്ക് ഈ ഗുഡ് എയർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊജക്റ്റ് ഓർമ്മയിൽ വരുന്നത്. അത് വളരെ കോമഡിയാണ്. ഞാൻ കോളേജിൽ ഈ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഈ പ്രൊജക്റ്റായിട്ട് പോയി ടീച്ചേഴ്സിൻ്റെ അടുത്ത സമയത്ത് അവർ പറഞ്ഞു ഈ പ്രൊജക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല പറഞ്ഞു. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കമ്പ്യൂട്ടർ സയൻസിലുള്ള ഒരു വിദ്യാർത്ഥിയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പ്രൊജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പ്രൊജക്ട്. അപ്പൊ അവര് പറഞ്ഞ കറക്റ്റാണ്. ഈ ഒരു പ്രൊജക്ട് നീ ഒരു മെക്കാനിക്കലോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗോ ഒക്കെ ആണെങ്കിൽ ചെയ്യേണ്ട ഒരു പ്രൊജക്റ്റാണത്. ഇവിടെ നീ ഒരു പ്രോഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കണ്ട് മാറ്റി വെച്ചു. അപ്പം ഞാൻ ഈ ഒരു സംഭവം എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള ആളുകൾ നല്ല രീതിയിൽ പ്ലേസ്മെന്റ് ആയിട്ടുള്ള പിള്ളേരുണ്ട്, എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരോട് ഞാൻ അങ്ങനെ പറയാണ് നമുക്ക് ഈ അന്ന് നമ്മൾ ചെയ്ത പ്രോജക്റ്റ് നമുക്കൊരു സ്റ്റാർട്ടപ്പ് പോലെ തുടങ്ങിയാലോ. എല്ലാ ആളുകളും അതെ അതെ എല്ലാ ആളുകളും അത് പറഞ്ഞാൽ അത് വർക്കാവില്ല, അതങ്ങനെയാണ്. അപ്പൊ ആ സമയത്ത് മാർക്കറ്റ് നോക്കിയിരുന്നോ ഷഫീഖ്, ഇങ്ങനത്തെ പ്രോഡക്ട്സ് വേറെ ഉണ്ടോ? അതൊക്കെ ഞാൻ നോക്കിയിരുന്നു അന്നത്തെ ഇത്. ഞാൻ സിസ്റ്റം എങ്ങനെയായിരുന്നു? ആമസോൺ ഒക്കെ ആക്റ്റീവ് ആയിരുന്നു? യെസ്. അതായത് ഞാൻ ഈ പറയുന്ന ടൈമിൽ ഞങ്ങൾ ഈ കോളേജിൽ ഈ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഒരു ഫോക്കസ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ കാറിന്റെ ഉള്ളിലത്തെ സ്മെല്ല് കളയാവുന്ന ഒരു പ്രൊഡക്റ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാന്നുള്ളതായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് മനസ്സിലായ ഒരു സംഭവം, എനിക്കല്ല ഞങ്ങളൊരു സുഹൃത്തുക്കൾക്കൊക്കെ മനസ്സിലായി, കാർബൺ എന്ന് പറയുന്ന ഈ ഒരു സംഭവം, അതായത് ആക്ടിവേറ്റഡ് കാർബണിന് ഈ സ്മെല്ലുകളെ അബ്സോർബ് ചെയ്യാൻ പറ്റും. പക്ഷെ അന്ന് മാർക്കറ്റിൽ ഉള്ളത്, ഇപ്പോഴും അത് മാർക്കറ്റ് അതന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, എയർ ഫ്രഷ്നേഴ്സ് ആണ്. അപ്പോൾ എയർ ഫ്രഷ്നറിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ കാറിൻ്റെ ഉള്ളിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ വീടിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ ഒരു എയർ ഫ്രഷ്നർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടെങ്കിൽ അത് ഇവിടെ നിലവിലുണ്ട്. അതിൻ്റെ മേലെ ഒരു ജാസ്മിൻ്റെ റോസിൻ്റെ ഒരു ലെയർ വരുന്നു, അത് നമ്മൾ ഇൻഹെയിൽ ചെയ്യാണ് നടക്കുന്നത്. അപ്പോൾ ഇത് കാറിൻ്റെ ഉള്ളിൽ ആളുകൾ യൂസ് ചെയ്യുന്നത് എയർ ഫ്രഷ്നേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായത് ഈ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുത്താൽ ഇപ്പോൾ ഈ എത്രത്തോളം ആണെങ്കിലും നമ്മൾ ഈ കെമിക്കൽ വലിച്ചു കയറ്റുന്നത് അത്ര നല്ലതല്ല. പല സ്റ്റഡീസ് ഉണ്ട്, ശ്വാസകോശ സംബന്ധമായ ക്യാൻസർ ഇതൊക്കെ യെസ് അതിനൊരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് കോളേജിൽ മനസ്സിലായിട്ടുണ്ട്. അത് ആ സമയത്ത് തോന്നിയ ഒരു തോട്ടാ കോളേജിൽ പഠിക്കുമ്പോൾ. പക്ഷെ ഞാൻ ഇത് പിന്നെ പറയുന്നത് ഒരു 6 വർഷം 5 വർഷം കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നത് ഇവരോട് എല്ലാവരോടും. ഇത് എവിടെയെങ്കിലും കണ്ടിരുന്നു ഇതുപോലത്തെ പ്രോഡക്റ്റ്? ഇങ്ങനെ സംഭവമില്ല. ഇങ്ങനൊരു ഐഡിയ, അതായത് കാർബൺ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലുണ്ട്. അതായത് ഇപ്പൊ ഈ ചാർക്കോൾ എന്നൊക്കെ പറയുന്നുണ്ട്, ആക്ടിവേറ്റഡ് ചാർക്കോൾ പാക്ക് ചെയ്തിട്ട് വരുന്ന അങ്ങനത്തെ പ്രൊഡക്റ്റ് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഒരു 50 കൊല്ലം മുന്നേ 100 കൊല്ലം മുന്നേ വരെ, അതായത് ഇത് പഴയ ട്രഡീഷണൽ സംഭവങ്ങളാണ് അതൊക്കെ. ഇപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി പറയുന്ന സമയത്ത് ഞാൻ പറയുന്നത് പണ്ട് കിണറ്റില് മറ്റേ കരി ഇട്ടുമായിരുന്നു. എന്തെങ്കിലും വിഷം കലർന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ എലിയോ പൂച്ചയോ ഒക്കെ വീണ് ചത്തു കഴിഞ്ഞാൽ കരി കെട്ടിയിട്ട്
കിണറ്റിലിടുമായിരുന്നു എന്ന് പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ നമുക്ക് ആ സമയത്ത് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കാർബൺ എന്ന് പറഞ്ഞിട്ടുള്ള കരികൾ ഓൾറെഡി ആമസോണിലൊക്കെ ഉണ്ട്. ഞാനും കണ്ടു ഉണ്ട്. ചാക്ക് പോലെ. യെസ് അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അപ്പൊ എന്റെ സുഹൃത്തുക്കളും തന്നെ പറഞ്ഞത് ഇത് സ്മെല്ല് കളയുന്ന സാധനം ഇതിലുണ്ട്, അവൈലബിൾ ആണ്, നീ അതില് ഇത് ചെയ്തിട്ട് പ്രത്യേകിച്ചൊന്നും കാര്യമില്ല. അപ്പൊ അവര് പറയുന്നത് കറക്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ എന്താണ് ഇതിന്റെ നെക്സ്റ്റ് ലെവൽ അപ്ഗ്രഡേഷൻ എന്താണ്? അന്ന് നമുക്ക് ChatGPT മറ്റേ ജെമിനി ഒന്നുമില്ല. നമ്മൾ ഗൂഗിളിൽ ഇരുന്ന് കുത്തിയിരുന്ന് നോക്കന്നെ വേണം. അപ്പൊ ആ സമയത്താണ് ഞാൻ ഒരു യൂട്യൂബിലൊരു വീഡിയോ കണ്ടു. ഞാൻ ആ വീഡിയോയിൽ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ടോക്സിക് ഗ്യാസസിനെ ഗ്യാസാന്ന് പറഞ്ഞിട്ട് എന്തോ കോപ്പറും എന്തോ മിക്സ് ചെയ്തിട്ട് ഒരു ടോക്സിക് ഗ്യാസസ് ജനറേറ്റ് ചെയ്യുന്നു ഒരു ടെസ്റ്റ് ട്യൂബിൽ. എന്നിട്ട് ഒരു ജാറിൽ ഇത് വെക്കുന്നു, മറ്റേ ജാറിൽ ഇത് ഇല്ലാതെ ഇതിന്റെ ഈ കാർബൺ ഇത് വലിച്ചെടുക്കുന്ന ഒരു എക്സ്പെരിമെന്റ് കണ്ടു ഞാൻ. അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി പഠിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി മിലിറ്ററിയിൽ ഇംബിഗ്രനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നോളജി ഇവർ ഉപയോഗിക്കുന്നുണ്ട് സോൾജേഴ്സ്. അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ യുദ്ധം, വാർ സിറ്റുവേഷൻ അല്ലെ വാർ ഉണ്ടാവുന്ന സമയത്ത് ഇവരുടെ മാസ്ക്, ഇവരുടെ ജാക്കറ്റുകളിൽ ഈ ഇംബിഗ്രനേറ്റഡ് കാർബൺ ഉപയോഗിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അതിനെപ്പറ്റി പഠിച്ച സമയത്ത്. അപ്പോൾ ഇതെന്താണ് ഇംബിഗ്രനേഷൻ, എന്തിനാണ് ഇവർ ഉപയോഗിക്കുന്നത് എന്ന് നോക്കുന്ന സമയത്താണ് മനസ്സിലാവുന്നത് ഈ വാർ ഫീൽഡിൽ നമ്മൾ വെടിവെക്കലും മറ്റുള്ള പരിപാടി ബ്ലാസ്റ്റിങ്ങും അല്ല, ഗ്യാസ് പമ്പ് ചെയ്യും. അതായത് ടോക്സിക് ഗ്യാസസ് ലൈക്ക് സയനൈഡ് അല്ലെങ്കിൽ അങ്ങനത്തെ നമ്മളെ കാർബൺ മോണോക്സൈഡ് ഒക്കെ പോലത്തെ പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വലിച്ച അപ്പം തന്നെ ആളുകൾ മരണപ്പെട്ടു പോകും. അപ്പം ഇങ്ങനെ ഒരു ഓപ്പോസിറ്റ് ടീം ചെയ്യുന്ന സമയത്ത് ഇവർ അത് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ള ഈ ഒരു സംഭവം ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഓൺ ദ സ്പോട്ടിൽ ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇത് കാറിൽ ഇത് ചെയ്തുകൂടാ? കാരണം നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റഡീസ് എല്ലാം ഇപ്പോൾ UK ഒരു ആസ്റ്റൺ യൂണിവേഴ്സിറ്റിയുടെ ഒരു പഠനമുണ്ട്. നമ്മുടെ വീടിൻ്റെ ഉള്ളിലെ ടോയ്ലറ്റിനേക്കാൾ മോശമാണ് കാറിന്റെ ഉൾവശം. യെസ്, ആ ഹീറ്റ് ഉണ്ട്. ഇപ്പൊ നമ്മളെന്തെങ്കിലും കഴിക്കും വണ്ടിയുടെ ഉള്ളിൽ വെച്ചിട്ട്, അതുപോലെ ഡാഷ്ബോർഡിൽ ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചിട്ട് വരുന്ന ഗ്യാസസ്, ഫ്യൂംസ്, AC ഉള്ളിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങൾ. അതായത് നമ്മളുടെ കാർ എന്ന് പറഞ്ഞാൽ ഏത് ലക്ഷറി കാർ ആയിക്കോട്ടെ ടോയ്ലറ്റിനേക്കാളും പ്രശ്നമാണ് എന്നുള്ളത് നമ്മൾക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. ശരിക്കും എനിക്കിത് അതിശയമായിട്ട് തോന്നുന്നു. യെസ്, അതായത് ഹെൽത്തി ആയിട്ടിരിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നിട്ട് ഈ ആളുകൾ ചെന്ന് കയറുന്നത് ഈ കാറിന്റെ ഉള്ളിലാണ്. കാറ് ചിലപ്പോൾ ഒരു 5 മണിക്കൂർ സൺലൈറ്റിൽ നിർത്തിയിട്ടിട്ട് ഉള്ള വണ്ടിയായിരിക്കും. ഇതിന്റെ ഉള്ളിൽ കയറുന്ന സമയത്ത് ചിലപ്പോൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഈ ടോക്സിക് ഗ്യാസസിന്റെ ഉള്ളിൽ കയറുന്ന സമയത്ത് ഇത് നമ്മൾ വലിച്ചു കയറ്റുകയാണ്. അപ്പം നമ്മളുടെ ആരോഗ്യം വളരെ നല്ല രീതിയിൽ ഇത് ഇല്ലാതെയാക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു പോയിന്റിൽ നിന്നാണ് അന്ന് ആ സമയത്തൊക്കെ ഞാൻ വായിച്ചിട്ടുള്ള കുറേ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പത്രത്തിൽ വന്നത്. കാറിൽ കയറുമ്പോൾ നമ്മൾ 3 മിനിറ്റ് വിൻഡോ താത്തിയിടണം, ഗ്യാസസ് പുറത്ത് പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇതുണ്ട്. പക്ഷെ ഇതൊന്നും ആരും നോക്കുന്നില്ല. അപ്പൊ എന്തുകൊണ്ട് ഈ മിലിറ്ററിയിൽ ഉപയോഗിക്കുന്ന സംഭവം, ആ ടെക്നോളജി അല്ലെങ്കിൽ ആ ഒരു സംഭവം കാറിന്റെ ഉള്ളിലത്തെ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൈക്ലോഹെക്സൈൻ, അങ്ങനെ കുറെ ഗ്യാസസ് ഉണ്ട് കാറിന്റെ ഉള്ളിൽ, VOCs, ഫോർമാൽഡിഹൈഡ് ഒക്കെ പറഞ്ഞിട്ടുള്ള ഗ്യാസസ് ഉണ്ട്. അപ്പൊ ഇത് വലിച്ചെടുക്കാൻ എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ? അല്ലെ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാ? അപ്പൊ ഈ റിസർച്ച് ചെയ്ത് എത്ര നാള് റിസർച്ച് ചെയ്തു? ഞാൻ ഈ പ്രൊഡക്റ്റ് നമ്മളെ ഐഡിയ ഉണ്ടല്ലോ കയ്യില്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ 2017 സമയത്ത് ഞാൻ ഇതിനെ പറ്റിയിട്ട്, എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ, ഞാൻ ഇതിനെ പറ്റിയിട്ട് തന്നെ ആലോചിക്കുക, ഇതിനെ പറ്റിയിട്ട് വിളിക്കുക, പല നമ്പർ യൂട്യൂബ് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് വിളിക്കുക. 100% ഇതിൽ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു വർഷത്തിന്റെ ഉള്ളിൽ എനിക്കിതിന്റെ ഞാൻ കുറെ കാർബൺ മേടിച്ചു, ആക്ടിവേറ്റഡ് കാർബൺ. അതിൽ ഇംബിഗ്രനേഷന്റെ തന്നെ ഡിഫറെന്റ് ലെവലുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ സൈക്ലോഹെക്സൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്യാസ് വലിച്ചെടുക്കണം, അല്ലെങ്കിൽ സയനൈഡ് എന്ന് പറഞ്ഞൊരു ഗ്യാസ് വലിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു കാർബൺ പറ്റില്ല. അത് രണ്ടിന്റെ ഫോർമുലേഷൻ ഡിഫറെന്റ് ആണ്. ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ടാക്കി കാർബൺ ഓർഡർ ചെയ്തിട്ട്. എന്നിട്ട് ഞാൻ ഇതിലേതാണ് മോസ്റ്റ് പെർഫോം ചെയ്യുന്ന കോമ്പിനേഷൻ എന്ന് ഞാൻ കണ്ടുപിടിച്ചു. അതിനാണ് എനിക്ക് സമയം എടുത്തത്. അത് എനിക്ക് കിട്ടിയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ആ ഫോർമുല ലോക്ക് ചെയ്തു. അപ്പൊ അതിന് ആ സമയത്ത് പേറ്റന്റ് ഇല്ല, എനിക്ക് മനസ്സിലായി ഇത് പേറ്റന്റ് പോവാൻ അത് വേറൊരു കോമഡിയാണ്. ഇപ്പൊ ഞാനിപ്പോ ഈ കഥ പോയി ഒരാളോട് പറയണ സമയത്ത് അയാൾ ഇതിനെപ്പറ്റി എന്നോട് ചോദിക്കുകയാണ്, ഇപ്പൊ നീ പറയണ പ്രൊഡക്റ്റ് വേൾഡിലില്ല, അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഇല്ല, അപ്പൊ നിങ്ങൾക്ക് പേറ്റന്റ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്നോട്. അപ്പൊ പേറ്റന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അങ്ങനെ ഒരു ടെക്നോളജി ഇല്ലെങ്കിൽ നമ്മളാണ് ഫസ്റ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പേറ്റന്റ് കിട്ടണമല്ലോ.
അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിന് പേറ്റന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നാളെ വേറൊരാൾ ഇത് ചെയ്യും. അതുണ്ടാക്കും 100% ഉണ്ടാക്കും. പ്രത്യേകിച്ച് വലിയ കോർപ്പറേറ്റ് കമ്പനികൾ. നമ്മൾ ഇവിടെ കിടന്ന് കളിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഞാൻ ഇതിന്റെ പേറ്റന്റ് കിട്ടാനുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് അതിനെ പറ്റി പഠിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും എനിക്കൊരു ടീമായിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, ഈ ആദ്യത്തെ പ്രോഡക്റ്റ് ഉണ്ടാക്കിയില്ലേ, അതെങ്ങനെയാ ടെസ്റ്റ് ചെയ്ത്? ഇത് നമ്മൾ അതായത് ആദ്യത്തെ സാധനം, ആദ്യത്തെ പ്രൊഡക്റ്റ് ഗുഡേറിന്റെ ആദ്യത്തെ ആ സാധനം ഉണ്ടാക്കിയിട്ട് അതെവിടെയാ ടെസ്റ്റ് ചെയ്ത്, എങ്ങനെയാ ചെയ്തത്? അതാ ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു പ്രൊഡക്റ്റ് അല്ല ഉണ്ടാക്കിയത്, ഞാൻ ഒരു 40 കോമ്പിനേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഇതിൽ ഏതാണ് മോസ്റ്റ് പെർഫോമിംഗ് എന്ന് നമുക്ക് അറിയില്ല, എനിക്കും അറിയില്ല, ഞാനൊരു സയന്റിസ്റ്റ് അല്ല. അല്ലെ നമുക്ക് ഒരു കറക്റ്റ് ഒരു അളവില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാല് സ്മെല്ല് ഏതാണ് കൂടുതൽ വലിക്കുക എന്ന് ഞാൻ നോക്കുന്നുണ്ട്. അപ്പൊ സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു കസിൻ, ഇദ്ദേഹം ഈ ജിമ്മിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ജിമ്മിൽ പോകുന്ന സമയത്ത് ഈ എന്താ പ്രോട്ടീൻ പൗഡർ കലക്കി കുപ്പിയിലാക്കിയിട്ട് അവിടെ പോയിട്ട് ജിമ്മിൽ പോയി കുടിക്കും. ഇവൻ എന്തോ ഒരു 2 ഡേയ്സിൽ ഇവന് എന്തോ വിദേശത്ത് പോകേണ്ടി വന്നു. ഒരു 15 ദിവസം കഴിഞ്ഞിട്ടാണ് ആള് വരുന്നത്. 15 ദിവസം, ഒരു മാസം കഴിഞ്ഞു. ഇത് കഴുകാൻ വിട്ടുപോയി. പിന്നെ ഇത് തുറന്നു കഴിഞ്ഞ സമയത്ത് ഇതിന്റെ സ്മെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ കഴുകിയിട്ടും പോകുന്നില്ല. അപ്പൊ ആ സമയത്താണ് ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു സക്സസ് ആക്കിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. ആ കോമ്പിനേഷൻ ഞാൻ കൊടുത്തു, ഇതൊന്ന് വെച്ച് നോക്കുമെന്ന് പറഞ്ഞു. എനിക്ക് ഉറപ്പില്ല ഇത് വർക്കാവോ എന്നുള്ളത്. അത് വെച്ച് നോക്കി ഒരു 1 ഡേയിൽ ആ സ്മെല്ല് ക്ലിയർ ആയി. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള റിസർച്ചുകളാണ് നമ്മൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ 40 പ്രോഡക്ട്സിന് ഏതോ 40 കോമ്പിനേഷനിൽ നിന്ന് ഞാനൊരു 5 ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ആ 5 ഞാൻ ഡിഫറെന്റ് സിനാരിയോയിൽ ഇങ്ങനെ വെച്ച് നോക്കി നോക്കും. കാറിൽ വെക്കും. ചില കാറുകളിലൊക്കെ ഭയങ്കര ഒരു സ്മെല്ല് ഉണ്ടാവും, ഈ ലെതറൊക്കെ ഇതാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനത്തെ സ്മെൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ വെച്ച് നോക്കി നോക്കും. അപ്പൊ ഇവിടെ വെച്ച് നോക്കുന്ന സമയത്ത് ഏതാണോ കുറയുന്നത്, അപ്പൊ അതുപോലെ ഒരു വണ്ടിയിൽ നമുക്ക് വെച്ചാൽ ചിലപ്പോൾ റിസൾട്ട് ഉണ്ടാവണമെന്നില്ല. അപ്പൊ അതുപോലത്തെ വേറെ വണ്ടി നമ്മൾ നോക്കി നോക്കും. അപ്പൊ ഇങ്ങനെ മാറ്റിയിട്ട് എൻ്റെ അതിന്റെ ലിസ്റ്റ് ഉണ്ട്, ഇതാണ് സംഭവം, ഇതിൽ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട് എന്നുള്ള ആ ഒരു പ്രോസസ്സിനാണ് എനിക്കൊരു 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തിന്റെ അടുത്ത് എടുത്തത്. അപ്പൊ ഈ സമയത്ത് ഒരു ഇനീഷ്യൽ ക്യാപിറ്റൽ വേണമല്ലോ. ആ ക്യാപിറ്റലാണ് പലപ്പോഴും ഓൺട്രപ്രനേഴ്സിന് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. ഈ ക്യാപിറ്റൽ എവിടെ നിന്ന് സംഘടിപ്പിച്ചു? ഇതൊക്കെ ഉപ്പാടെ ക്യാപിറ്റൽ വെച്ചിട്ട് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വൺസ് എനിക്കൊരു ക്യാപിറ്റൽ റിക്വയർമെന്റ് മെയിൻ ആയിട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഞാനൊരു ഫോർമുല ലോക്ക് ചെയ്തു. അതൊരു പ്രൊഡക്ഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാപിറ്റലാണ് എനിക്ക് പ്രശ്നം വന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫണ്ടിങ്ങിന്റെ ഒരു പ്രശ്നം എനിക്ക് വരാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു പൈസ മേടിച്ചു കഴിഞ്ഞാൽ അയാൾ പറയുന്നതിന്റെ ഒരു ദിവസം മുമ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട് അതുവരെ. അല്ലെ അങ്ങനെ ചെയ്യുന്ന കാരണം ഞാൻ ഇനീഷ്യൽ ലെവലിൽ എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഒരു 1000 പീസ് ഉണ്ടാക്കേണ്ടിയിരുന്നു, അല്ലെങ്കിൽ 2000 പീസൊക്കെ ഉണ്ടാക്കേണ്ടിയിരുന്നു. ഞങ്ങളൊരു 5000 പീസസ് ഉണ്ടാക്കാനുള്ള ഒരു ഫണ്ട് എനിക്ക് പല ആളുകളും ഹെൽപ്പ് ചെയ്തു. ഒരു ഫ്രണ്ട് സർക്കിൾ എനിക്ക് ഹെൽപ്പായി അത്. കാരണം അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ അവരെന്നോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് പൈസ തരാം, എനിക്ക് ഇന്ന സമയത്ത് എനിക്ക് തിരിച്ചു തരണം. അത് തിരിച്ച് തന്നിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രശ്നമില്ല. അപ്പൊ ഞാൻ ഇവരേക്ക് അത് ഫാദറിനോട് ഞാൻ പൈസ ചോദിച്ചു പോയിട്ട്, ഫാദറിനോട് ഇവരുടെ അടുത്തേക്ക് പോവില്ല. എന്താ പറഞ്ഞ, ഫാദറിനോട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാതിരിക്കാം, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഇവരേക്ക് നമുക്ക് പൈസ മേടിച്ചാൽ കൊടുക്കണം നമുക്ക്. അപ്പൊ ഫാദറിന്റെ അടുത്ത് പോയ സമയത്ത് ഫാദർ എന്നോട് പറഞ്ഞു, എന്റെ കയ്യിൽ ഇനി ഒന്നുമില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണുള്ളത്. അപ്പൊ ഞാൻ എൻ്റെ ഈ പറഞ്ഞ 1-2 സുഹൃത്തുക്കളിലേക്ക് കാശ് മേടിച്ചു. ഞാൻ എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇത് ടെസ്റ്റ് ചെയ്യാണ്. ഞാൻ കുറച്ച് പീസസ് ഞാൻ ഉണ്ടാക്കിയിട്ട് ആമസോണിൽ ലിസ്റ്റ് ചെയ്തു. ഞാൻ തുടക്കത്തിൽ തന്നെ എനിക്ക് വേറെ മാർക്കറ്റിലേക്ക് പോകാൻ പറ്റില്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവരൊരിക്കലും പൈസ തരാൻ പോണില്ല. അവർ ചിലപ്പോൾ പറയും ഇത് വിറ്റിട്ട് തരാന്ന് പറയും. വിറ്റിട്ട് ചിലപ്പോൾ കിട്ടാതിരിക്കാം. അങ്ങനെ ഒരു റിസ്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളൊരു കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ആമസോൺ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അപ്പൊ എങ്ങനെയാണ് ആമസോണിൽ സെല്ല് ചെയ്യാൻ പറ്റുക എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത്. പിന്നെ ഞാൻ റിയൽ ലൈഫ് ഞാൻ അതിലേക്ക് സ്പെൻഡ് ചെയ്യാണ്. അപ്പൊ ആമസോണിൽ സെല്ല് ചെയ്യണമെങ്കിൽ ഒരു GST സർട്ടിഫിക്കറ്റ് വേണം. അപ്പൊ GST സർട്ടിഫിക്കറ്റ് എങ്ങനെ എടുക്കാൻ പറ്റും? അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് വിചാരിക്കുക നമുക്കൊരു അതിന് വേണ്ടി ഒരു ഓഫീസ് ഇടേണ്ടി വരും. അപ്പൊ ഓഫീസ് ഇടാൻ പൈസ ഉണ്ടാവില്ല. അപ്പൊ ഈ പേറ്റന്റ് ആമസോണിൽ ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ എടുത്തില്ല? പേറ്റന്റ് കിട്ടുന്ന കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
നിങ്ങളുടെ പ്രൊഡക്റ്റിന് പേറ്റന്റ് ഉണ്ടോ എന്നുള്ളത് ഞങ്ങളോട് പല ആളുകളും ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ കറക്റ്റാണ്, നമുക്കിത് പേറ്റന്റിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പ്രൊഡക്റ്റിന്റെ കംപ്ലീറ്റ് ഫോർമുല, ഇതെന്താ നടക്കുന്നത്, ഇതിന്റെ പ്രൂഫ് എന്താണ്. ഇപ്പം ഞാൻ ടോക്സിക് ഗ്യാസസ് വലിക്കും എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പ്രൂഫ് ഉണ്ടാക്കി കൊടുത്തിട്ട് കാര്യമില്ല. അത് റിയൽ ടെസ്റ്റ് ചെയ്യണം നമ്മൾ, അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ലാബിൽ NABL സർട്ടിഫിക്കേഷനുള്ള ലാബിൽ ഈ പ്രൊഡക്റ്റ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു ഇത് കൊടുക്കണം നമുക്ക്. അപ്പോൾ അതെല്ലാം ഞാൻ ചെയ്തു. പേപ്പർ വർക്ക് അല്ലേ? യെസ്, ഒരുപാട് പേപ്പർ വർക്ക് ഉണ്ട്. ഇപ്പോൾ കാർബൺ മോണോക്സൈഡ് അബ്സോർബ് ചെയ്യും എന്നുള്ള ടെസ്റ്റ് ഉണ്ട് ഞങ്ങളുടെ. അപ്പോൾ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് എല്ലാ ലാബിലും ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ കാർബൺ മോണോക്സൈഡ് വെരി ഹാംഫുൾ ആണ്. അത് വലിച്ചാൽ നമ്മൾ മരണപ്പെട്ടു പോകും. അപ്പോൾ ചില ലാബിന് അത് കിട്ടാൻ തന്നെ എന്തോ ഒരു ഇതുണ്ട്, അവരുടെ പ്രശ്നമുണ്ട്. അപ്പോൾ അവരതിന് എന്തോ ഒരു പേപ്പറൊക്കെ റെഡിയാക്കിയിട്ടാണ് ഇവർക്ക് ഈ ഗ്യാസ് കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ മുംബൈയിൽ ഉള്ള ഒരു ലാബിലാണ് ഇത് ചെയ്യുന്നത്. ഇവർക്കിത് കൊടുക്കുന്നു, ഞങ്ങളുടെ റിക്വയർമെൻറ്റ്. അപ്പോൾ ഇവരൊരു ചാമ്പറിൽ ഇത് സെറ്റ് ചെയ്യുന്നു, നമ്മളുടെ ഈ പ്രൊഡക്റ്റ് ഇടുന്നു, എന്നിട്ട് ഇവർ ഈ പറഞ്ഞ ഗ്യാസസ് എല്ലാം പമ്പ് ചെയ്യുന്നു. ഇവരിതിൻ്റെ റിപ്പോർട്ട്, ഇതായത് ഇത്ര മണിക്കൂറിൽ ഇതാണ് നടക്കുന്നത്, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു ഇത് നമുക്ക് തരും. പ്ലസ് അതിശയം തോന്നുന്നറിയോ ഷഫീഖിന്റെ ഒരു വിശ്വാസം, ഒരു ബിലീഫ്, ഒരു ഫെയ്ത്ത്. ആ ഫെയ്ത്തിലാണ് ഷഫീഖ് ഇൻവെസ്റ്റ്മെന്റ്സും ഈ സമയവും എനർജിയും മുഴുവൻ ഇടുന്നത്. അത് ആ ഒരു ഫെയ്ത്ത് ഓഫ് ബിലീഫ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് ഷഫീഖ് ഈ ഒരു ലെവലിൽ എത്തില്ലായിരുന്നു. ഒരു പക്ഷെ ആ ഒരു പോയിന്റിലായിരിക്കും പലരും വിട്ടുപോണത്. ആൾക്കാർ ക്വസ്റ്റ്യൻ ചെയ്യും, അല്ലെങ്കിൽ ഇതിന്റെ പിന്നാലെ നടക്കുക കണ്ടിന്യൂസ്ലി ഫോർ പീരിയഡ് ഓഫ് 1.5 years അറ്റ്ലീസ്റ്റ്. അത് പിന്നാലെ നടക്കുന്നു. പിന്നെ നമ്മൾ മെയിൻ പ്രശ്നം തുടങ്ങുന്നത് നമ്മൾ ബിസിനസ് തുടങ്ങിയാലാണല്ലോ. അത് പിന്നാലെ നടക്കുന്നത് തന്നെ നമ്മളൊരു 1.5 വർഷത്തോളം നടന്നിട്ടുണ്ടാവും. പിന്നെ ബിസിനസ് തുടങ്ങിയിട്ട് ഇതൊരു സക്സസ് ആക്കി കാണിച്ച് നമ്മൾ ഇപ്പം ഞാൻ ബിസിനസ്സിലേക്ക് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, എനിക്കൊരു പാഷനൊന്നും ഉള്ള ആളൊന്നുമല്ല. എനിക്ക് ഒന്നിനോടൊരു പാഷനില്ല. ഇപ്പം ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട്, എനിക്ക് എന്തിനോടാണ് പാഷൻ. അപ്പം എനിക്ക് അങ്ങനെ ഒരു ആൻസർ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. എല്ലാം ഞാൻ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഒരു സന്തോഷം, അല്ലെങ്കിൽ എനിക്ക് നന്നായി ജീവിക്കാൻ, എനിക്ക് ഒരാളുടെ മുന്നിൽ കൈ നീട്ടാതിരിക്കാനാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം എൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് എന്താന്ന് പറഞ്ഞാൽ, എൻ്റെ ഫാദർ, അദ്ദേഹം എന്നെ നല്ല രീതിയിൽ നോക്കി. അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം വന്ന സമയത്ത് എനിക്ക് അദ്ദേഹത്തിനെ നല്ല രീതിയിൽ നോക്കണം. അപ്പം ഇതിന് എനിക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, എനിക്ക് നല്ലൊരു ജോലിക്ക് പോകാം. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പഠിച്ച കാര്യം എനിക്കറിയില്ല. അപ്പം ഞാനൊരു ജോലിക്ക് പോയാൽ അത് സക്സസ് ആവില്ല, എനിക്ക് ജോലി കിട്ടില്ല. എവിടെ ഇന്റർവ്യൂ എടുത്താലും എനിക്ക് കിട്ടില്ല. പിന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരു 6 വർഷത്തോളം ഞാൻ സിനിമയുടെ പിന്നാലെ പോയിട്ടുണ്ട്. അപ്പം എന്നോട് എല്ലാവരും തമാശക്കും കളിയാക്കാനും, ചിലവർ സീരിയസ് ആയിട്ട് ചോദിക്കുക എപ്പോഴാണ് സിനിമ റിലീസാവുന്നത്. അങ്ങനെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ഉള്ള ഒരു ഫേസിൽ കൂടെ ഞാൻ കടന്നു പോകുന്നത്. ഈ സമയത്ത് ഞാൻ ജോലിക്കും കൂടി പോയി കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് എല്ലാം തീർന്നു. അപ്പം എൻ്റെ മുന്നിൽ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം, എൻ്റെ ഫാദറിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. എൻ്റെ മദർ എൻ്റെ ഒരു സ്ട്രഗ്ലിങ് ടൈമിൽ തന്നെ മരണപ്പെട്ടു പോയി. ഒരു 2014 സമയത്താണ് എൻ്റെ മദർ മരണപ്പെടുന്നത്, ക്യാൻസർ ആയിരുന്നു. പിന്നെ എൻ്റെ ഫാദർ രണ്ടാമതൊരു കല്യാണം കഴിച്ചു. അപ്പോൾ ഫാദർ കഴിച്ചത് ഞങ്ങളെ നോക്കാനും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലെവലിലാണ് ഫാദർ കല്യാണം കഴിക്കുന്നത്. ഒരു രസകരമായിട്ടുള്ള ഒരു സംഭവം ഞാൻ പറയാം. ഒരു ഫാദർ, എൻ്റെ ബ്രദർ, ഇവരെല്ലാവരും വിദേശത്ത് ജോലിയാണ്. അപ്പോൾ നമ്മളുടെ ഒരു ഇതിൽ പറഞ്ഞ ഒരു 22-23 വയസ്സിലൊക്കെ കല്യാണം നോക്കാൻ തുടങ്ങും, ആൺകുട്ടികളൊക്കെ നോക്കാൻ തുടങ്ങും. എനിക്കറിയാം. എൻ്റെ മദർ മരണപ്പെട്ടു, 2014 മരണപ്പെടുന്നു. അപ്പോൾ മദർ മരണപ്പെട്ട സമയത്ത് ഞാൻ ഫാദറിനോട് ഡയറക്റ്റ് അല്ല പൈസ ചോദിക്കാറ്, മദർ വഴിയാണ് ചോദിക്കുക. അതെ. അപ്പോൾ മദറാണ് എനിക്കെല്ലാം തരുന്നത്, പൈസ ആണെങ്കിലും എന്താണെങ്കിലും. അങ്ങനെ മദർ മരണപ്പെടുന്നു, ഫാദർ കുറച്ച് ദിവസം വീട്ടിലുണ്ടായിരുന്നു. പിന്നെ സിസ്റ്റർ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, സിസ്റ്ററുടെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാവുന്നു. ഒരു 2016 സമയത്തൊക്കെ, 2014-15 സമയത്ത് ഞാൻ വീട്ടിൽ ഒറ്റപ്പെട്ട്, ആരുമില്ല എൻ്റെ വീട്ടിൽ. അപ്പോൾ എനിക്ക് പുറത്തിറങ്ങിയാലേ ആളുകൾ എന്നോട് ചോദിക്കുന്നു എപ്പോഴാണ് സിനിമ റിലീസ് എന്ന് ചോദിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നു. കുടുംബക്കാരൊക്കെ പണ്ട് എൻ്റെ ഒരു എഞ്ചിനീയറിങ്ങിനൊക്കെ പോണ സമയത്ത് എല്ലാവരും പറഞ്ഞിരുന്നത് ഇവനെ കണ്ടുപഠിക്കുന്നതാണ് പറഞ്ഞിരുന്നത്. പിന്നെ എൻ്റെ ഇങ്ങനത്തെ ഒരു ഫേസ് സിനിമയുടെ പിന്നാലെ പോകുന്നതൊക്കെ ആയപ്പോൾ ആരും പിന്നെ എന്നെ കണ്ടു പഠിക്കണം എന്ന് പറയണില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കല്യാണം എന്നോട് വന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് കല്യാണത്തിന് പോകാൻ പറ്റുന്നില്ല, എനിക്ക് ആരെയും ഫേസ് ചെയ്യാൻ പറ്റാത്തൊരു ഫേസ്. അപ്പം ഞാൻ എന്ത് ചെയ്യും അറിയോ, രാവിലെ എൻ്റെ വീട് പുറത്തുനിന്ന് പൂട്ടിയിടും, എന്നിട്ട് ഉള്ളിൽ കിടന്നുറങ്ങും.
ഒരു രാത്രി ഒരു 10 മണിയാകുമ്പോൾ എണീക്കും ഞാൻ. 10-10:30 ആകുമ്പോൾ എഴുന്നേറ്റിട്ട് ഞാൻ അവിടെ ഞങ്ങളുടെ അടുത്തൊരു പെരുമ്പിലാവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഈ ലോറിക്കാരൊക്കെ വരുന്ന സ്ഥലമാണ്. അവിടെ രാത്രിയാണ് ഷോപ്പുകൾ ഓപ്പൺ ആവുക. അപ്പോൾ അവിടെ പോയിട്ട് പുട്ട്, ചായ, കടലൊക്കെ ഇരുന്ന് കഴിച്ചിട്ട് ഒരു 4:30-5 മണിയാവുന്ന സമയത്ത് വീണ്ടും തിരിച്ചെത്തിയിട്ട് ഇത് പൂട്ടിയിട്ട് ഉള്ളിൽ കിടന്നുറങ്ങും. അപ്പോൾ ഇങ്ങനെ പോയോണ്ടിരിക്കുന്ന ഒരു ഫേസ്. ലൈഫ് ഇങ്ങനെ വേസ്റ്റ് ആയി പോകുന്ന ഒരു ഫീലിംഗ് അല്ലേ? യെസ്, അങ്ങനെ പോയോണ്ടിരിക്കുക. അങ്ങനെ ഒരു ദിവസം എനിക്കൊരു കോള് വരുന്നുണ്ട്, ഒരു രാത്രി ഒരു സമയത്ത്. അപ്പോൾ ഫാദറാണ് വിളിക്കുന്നത്. മോനെ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. നമുക്കൊരു കല്യാണത്തിനെ പറ്റി ആലോചിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, എൻ്റെ കല്യാണം, ഞാൻ അങ്ങനെ എൻ്റെ കയ്യിൽ പൈസ ഇല്ലേ കല്യാണം കഴിക്കാൻ, ഇതൊന്നും എനിക്ക് ഫാദറിനോട് പറയാൻ പറ്റില്ല. ആ ഒരു ഇതിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ്, ഞാൻ കല്യാണം കഴിക്കാനുള്ളൊരു സിറ്റുവേഷനിലല്ല. എടാ, നിൻ്റെ കല്യാണമല്ല, എൻ്റെ കല്യാണത്തിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ നിൻ്റെ കാര്യമാണെങ്കിലും ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഭയങ്കര ഒരു ഇതിലേക്ക് പോകും. അങ്ങനെയാണ് ഫാദർ കല്യാണം കഴിക്കുന്നത്. അവിടുന്ന് പിന്നെ ഇത് 2000 ഇപ്പൊക്കെ കോമഡി ആയിട്ടാ തോന്നുന്നത്. അന്ന് ഭയങ്കര ട്രാജഡി ആയിട്ടാ തോന്നിയിരുന്നു. അങ്ങനെ 2016 ഫാദർ വീണ്ടും ഒരു കല്യാണം കഴിക്കുന്നു. അങ്ങനെ ഒരു ഉമ്മ വരുന്നു, നമ്മളെ കൂടെ നിൽക്കുന്നു, ഇപ്പോഴും ഉണ്ട് കേട്ടോ. അവിടുന്ന് ഫാദർ പിന്നെ നാട്ടിലേക്ക് വരുന്നു. അപ്പൊ എനിക്ക് ഇവരെ നോക്കേണ്ടത് എൻ്റെ ഒരു കടമയായി മാറി. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഫ്യൂവൽ. ശരിക്കും ഇതിന്റെ പിന്നാലെ നടന്നതിന്റെ എല്ലാത്തിന്റെ ഫ്യൂവൽ അതായിരുന്നു. അതായത് നമ്മളുടെ കൂടെയുള്ള ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാം. ഷഫീഖ് എപ്പോഴാ തോന്നിയത് ഷഫീഖിന് ദാറ്റ് ഐ ഹാവ് ബ്രോക്കൺ, ഞാൻ വിചാരിച്ച സ്ഥലത്ത് നിന്ന് ഞാൻ മേളിലേക്ക് പോയിട്ടുണ്ട് എന്ന് തോന്നി തുടങ്ങിയ എപ്പോഴാണ്? ഞാൻ ഇമോഷണൽ ആവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിലേക്ക് ഈ ഗുഡ് എയർ എന്ന് പറഞ്ഞ ഈ പ്രൊഡക്റ്റ് കടന്ന് വന്നത് മുതൽ എനിക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ ഒരു റെസ്റ്റോറൻറ്റിൽ പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ഞാൻ പല സാധനങ്ങളും ഓർഡർ ചെയ്യില്ല. എൻ്റെ പ്രൈസ് കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ മേടിക്കാൻ പൈസ ഉണ്ട്, പക്ഷെ അത് അപ്പോൾ അടുത്ത ദിവസത്തെ കാര്യം ഓർമ്മ വരും, നാളെയും കഴിക്കണമല്ലോ എന്ന് ആലോചിച്ച്. പക്ഷെ ഈ ഗുഡ് എയർ എൻ്റെ ലൈഫിൽ വന്നതിൻ്റെ ശേഷം എനിക്ക് എന്തൊക്കെയോ വേണ്ട അതെല്ലാം എനിക്ക് തന്നു. ഫിനാൻഷ്യലായിട്ടാണെങ്കിലോ അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ. പിന്നൊന്നും എന്നോടൊരാൾ ചോദിച്ചിട്ടില്ല എപ്പോഴാണ് സിനിമ റിലീസ് എന്താണെന്നറിയില്ല. അതായത് ഒരു പോസിറ്റീവ്, ഞാൻ ഈ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ മറ്റതുണ്ട് ഇതൊന്നും എനിക്ക് ഒരു വിശ്വാസമില്ല. അതായത് ഞാനിത് പലരും ട്രൈ ചെയ്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ ആകുന്നു മറ്റേതാകുന്നു എന്നൊക്കെ പറയും. ഞാൻ എൻ്റെ സിനിമ റിലീസ് ആവണമൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. അല്ല, അത് എന്തായാലും റിലീസായി പ്രൊഡ്യൂസർ അല്ലേ? അല്ലേ, അങ്ങനെ ഇതുവരെ ആലോചിച്ചിട്ടില്ല. ചുമ്മാ അതെ, സിനിമ റെഡി. ഞാനപ്പോ ആ പ്രോഡക്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിക്കട്ടെ. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പാക്കേജിങ്. ഇതാണ് പ്രോഡക്റ്റ് ദാറ്റ് യു ഹാവ്. സോ ഇതിനകത്ത് എത്ര ലേയേഴ്സ് ആണുള്ളത്? ഹൗ മെനി ലേയേഴ്സ് ആണ്? അല്ലെങ്കിൽ ഇത് നമ്മളെ ഇതിന്റെ ഉള്ളിലൊരു ഫോർമുലയാണ്. അത് ആക്ടിവേറ്റഡ് കാർബണിലെ ഇംബിഗ്രനേഷൻ ആണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഇംബിഗ്രനേറ്റ് ചെയ്തിട്ടുള്ള കാർബൺ ആണ് ഇതിൽ കൂടുതലുള്ളത്. അതിന്റെ കോമ്പിനേഷൻ ആണുള്ളത്. പ്ലസ് ഒരു 2 ലെയേഴ്സ് ഉണ്ടാവും. യെസ്. ഞാൻ റിവ്യൂസ് എല്ലാം നോക്കി, ആമസോണിലെ റിവ്യൂസ് ഒക്കെ നോക്കിയപ്പോൾ they were very positive reviews and in fact എനിക്ക് 4-star റേറ്റിംഗും ഉണ്ട്. above 3000 റിവ്യൂസിൽ നമുക്ക് 5 സ്റ്റാറിൽ 4 സ്റ്റാർ ഉണ്ട്. 4 സ്റ്റാർ ഉണ്ട്. that is a wonderful thing. ഇതിപ്പം ഈ ഗ്രോത്ത്, ഈ പ്രോഡക്റ്റിന്റെ ഗ്രോത്ത് ശരിക്കും കണ്ടു തുടങ്ങിയപ്പോഴാണ്. ഇതില് ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനിത് പ്രൊഡക്റ്റ് ഇറക്കി ഇത് ആമസോണിൽ വളരെ ഷോർട്ട് ടൈമിൽ തന്നെ ഇത് പ്രൊഡക്റ്റ് സെല്ലാവാൻ തുടങ്ങി. അങ്ങനെ സംഭവിക്കില്ല ശരിക്ക്. ആമസോണിന്റെ അൽഗോരിതം ഒക്കെ അറിയുന്ന, അതാ ഞാൻ പറഞ്ഞത്, എന്തോ വേറെ പരിപാടി നടക്കുന്നുണ്ട് ഇതിന്റെ ഇടയിൽ ഉണ്ട്. നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ എന്തോ ഒരു എനർജി വർക്ക് ചെയ്യുന്നുണ്ട്. ആമസോണിൽ ഒരു പ്രൊഡക്റ്റ് നമ്മളിപ്പോ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ട് ആമസോണിൽ സെല്ലേഴ്സ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്തിട്ട് ഒരു വിത്തിൻ 2-3 വീക്കിന്റെ ഉള്ളിൽ ഇത് സെല്ലാവുക, അത് കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആവുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇമ്പോസിബിൾ ആണ്. പക്ഷെ എനിക്കത് നടന്നു. അപ്പോഴാണ് എനിക്ക് കോൺഫിഡൻസ് വന്നത്. അപ്പൊ ഷഫീഖ്, ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ട് നമുക്ക് ആമസോണിൽ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അന്ന് ഞാൻ ഇതിനെ പറ്റിയിട്ടൊന്നും വലിയ ഗവേഷണം നടത്തിയിട്ടില്ല. പിന്നെ ഞാൻ ഇതിനെ പറ്റിയിട്ടൊക്കെ പഠിച്ചു തുടങ്ങി. അന്ന് എന്താണ് വർക്ക് ആയിട്ടുള്ളത്, എന്താ വർക്ക് ആവാത്തത് എന്നൊക്കെ. ആമസോൺ എന്നല്ല, ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ ഓഫ്ലൈൻ പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, നമ്മളൊരു പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു യൂണീക്ക് ആയിരിക്കണം. അതിന് ഞാൻ 2 രീതിയിലാണ് പറയാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് ഇറക്കണം. അപ്പോൾ അത് ചോദിക്കും, അതിപ്പോൾ എങ്ങനെയാണ്, അത് ഇമ്പോസിബിൾ ആണ്. ഓക്കെ, നിങ്ങൾ മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റ് ഇറക്കിക്കോ.
ആ ഒരു പ്രൊഡക്റ്റിൽ നിങ്ങളൊരു ഇന്നോവേഷൻ കൊണ്ടുവരണം. ഇപ്പൊ ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഗുഡ് എയർ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലില്ല. ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ സ്മെല്ല് കളയാൻ പറ്റുന്ന കാർബൺ പൗച്ചുകളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അതിൽ ഇന്നോവേഷനാണ് നടത്തിയത്. അങ്ങനെ ഞാൻ കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് എനിക്ക് കിട്ടി. അത് എനിക്ക് 2018-19 എന്നെ കിട്ടിയപ്പോഴാണ് എനിക്ക് അന്ന് മുതൽ 2020 മുതൽ നമ്മൾ ആമസോണിന്റെ ബെസ്റ്റ് സെല്ലറാണ്. അതായത് കേരളത്തിൽ നിന്നൊരു മലയാളികൾ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ്, ആ കാറ്റഗറിയിൽ തന്നെ ഒരുപാട് വലിയ ബ്രാൻഡുകളുണ്ട്, പല പ്രൊഡക്റ്റുകൾ, ഇലക്ട്രിക് പ്രൊഡക്റ്റുകളുണ്ട്. പക്ഷെ അതിൽ നമ്മൾ ബെസ്റ്റ് സെല്ലർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് കേരള അവര് തന്നെ വന്നിട്ടുണ്ട്. ഇൻഫാക്ട് അവാർഡും കിട്ടിയിരുന്നു അല്ലേ? ഇടിയുടെ അവാർഡും അത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ നമ്മളെ ബെസ്റ്റ് ഇന്നോവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് എന്നുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. ഈ അവാർഡൊക്കെ വാങ്ങിക്കാൻ പോയപ്പോ ഉപ്പ കണ്ടിരുന്നോ? ഉപ്പ ഇപ്പോഴില്ലല്ലോ. ഉപ്പ അവാർഡ് മേടിക്കുന്ന സമയത്തില്ല. അത് വളരെ ഒരു അതായത് എൻ്റെ ഒരു അതെനിക്ക് ഉപ്പാക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞാല് ഉപ്പാടേലും മുന്നേ അംബാസഡർ കാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉപ്പ ഗൾഫിലായ കാരണം നാട്ടിൽ വരുമ്പോ 1-2 മാസത്തിന് കാറ് മേടിക്കേണ്ട ഒരു പർപ്പസ് വരുന്നില്ല. അങ്ങനെ അന്ന് ഉപ്പ ആഗ്രഹിച്ചിരുന്ന ഒരു കാറായിരുന്നു ഒരു ബെൻസ്. അപ്പൊ ഉപ്പ മരിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്കൊരു ബെൻസ് ഉപ്പാക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റി ആ സമയത്ത്. അങ്ങനെ ഉപ്പ നല്ല ഹാപ്പി ആയിരുന്നു, നല്ല ഹാപ്പിയാണ്. അതായത് ഉപ്പ സന്തോഷിച്ചു തുടങ്ങി. പല ആളുകളും ക്വസ്റ്റ്യൻ ചെയ്യലൊക്കെ മാറി. പിന്നെ ഉപ്പാടെ ആ റെസ്പെക്റ്റായി. പല ആളുകളും നമ്മളെ കമ്പനിയിലേക്ക് എന്തെങ്കിലും വേക്കൻസി ഉണ്ടാകുന്നൊക്കെ ഉപ്പാട് ചോദിക്കുന്ന അങ്ങനത്തെ ഒരു സ്റ്റേജിലെത്തി. പക്ഷെ ആ സമയത്താണ് ഉപ്പാക്ക് ഒരു 65 ഏജ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ നടക്കുന്ന സമയത്ത് വീഴാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ഒരു ബാലൻസിങ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ സർജറി ചെയ്യണം. പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ ഫാദറിൻ്റെ എന്തോ ഒരു അവസ്ഥ കൊണ്ട് അത് കഴിഞ്ഞപ്പോൾ ഫാദറിന് ന്യൂമോണിയ വന്നു. അത് പിന്നെ കോംപ്ലിക്കേഷനായി. അതോട് കൂടിയിട്ട് ആ ഒരു ലെവലിൽ അങ്ങനെ ഫാദർ മരണം പോയി. അതൊരു വലിയ ലോസ് അല്ലേ ഷെഫീഖ്? അപ്പം അയ്യോ ലോസ് എന്ന് പറഞ്ഞാലേ എനിക്കത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ ഒരു അച്ചീവ്മെൻറ്റ് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എനിക്ക് എൻ്റെ നമ്മൾ പറയില്ല, നമ്മളൊരു ഷോ വർക്ക് എന്ന് പറയണത് നമ്മൾ ഫാദർ കാണാനും അല്ലെങ്കിൽ ഫാദറിൻ്റെ മുന്നിൽ ഫാദറിനൊരു വലിയൊരു പൊസിഷനിൽ നിർത്താനാണ് നമ്മളിത് ചെയ്തിരുന്നത്. ഫാദർ മരണപ്പെട്ട സമയത്ത് എനിക്ക് തോന്നി ഇനി എന്ത് ചെയ്യാനാണ് എനിക്ക് ഒരു നമുക്കൊരാളെ മുന്നിൽ പ്രൂവ് ചെയ്യണമല്ലോ, ഇതാ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരാളില്ലാതെ എനിക്ക്. അപ്പോൾ ഇപ്പൊ ഞാൻ പറയാറുണ്ട്, എന്താണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു 3 കൊല്ലം മുന്നേ നടന്നിട്ടുണ്ട്. എനിക്കൊരു നല്ലൊരു ഐഫോൺ മേടിക്കണം, അത്യാവശ്യം കുറച്ച് അത്ര നമ്മൾ ആഗ്രഹിച്ചിരുന്നുള്ളൂ ആ സമയത്തൊക്കെ. ഷെഫീഖിന്റെ വളർച്ച ഷെഫീഖ് എങ്ങനെയാണ് കാണുന്നത്? ഈ സക്സസിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ ഒരു നമ്പർ ഓഫ് എംപ്ലോയീസ് ആണോ, അല്ലെങ്കിൽ സെയിൽസ് ആണോ, അല്ലെങ്കിൽ ടേൺ ഓവർ ആണോ? അതിന്റെ എന്താണ് പാരാമീറ്റർ? എൻ്റെ സക്സസ് എന്ന് പറയുന്നത് എൻ്റെ സന്തോഷമാണ്. കമ്പനിയുടെ ടേൺ ഓവറോ അല്ലെങ്കിൽ എംപ്ലോയീസോ ഒന്നും അല്ല എനിക്കൊരു ഇത് കിട്ടുന്നത്. പേഴ്സണലി എനിക്ക് സന്തോഷമായി ഞാൻ ഇരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ കുറെ സ്ട്രെസ് ഉള്ള പരിപാടികളൊന്നും ചെയ്യാറില്ല. അതായത് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇന്നൊരു പ്രോബ്ലം ഉണ്ട് അങ്ങനെയുള്ള സംഭവം ചെയ്യില്ല. ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്തത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എനിക്കുള്ള കഴിവുകളല്ലാത്ത ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കി. ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് അറിയാലോ, കേരളത്തിൽ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ പല ആളുകളെ മീറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ പല ഇപ്പോൾ വില്ലേജ് ഓഫീസ്, കോർപ്പറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോയിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇത് എനിക്ക് ബേസിക്കലി ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. ഇവരൊക്കെ മാനേജ് ചെയ്യുക, ഡീൽ ചെയ്യുക. അപ്പൊ ഇത് നല്ല രീതിയിൽ ചെയ്യുന്ന ഒരാളുണ്ട് ഞങ്ങളുടെ കൂടെ. ഇപ്പൊ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഫാദർ ഇൻ ലോ ഉണ്ട് ഞങ്ങളുടെ കൂടെ, ബിസിനസ് ഇതിൽ തന്നെ ഉണ്ട്. അപ്പൊ അദ്ദേഹം സമീർ എന്ന പേര്. അദ്ദേഹം ഇതിന്റെ മാസ്റ്ററാണ്. അദ്ദേഹത്തിന് ആള് അതെ അതെ. അപ്പൊ അദ്ദേഹം അല്ല ഹയർ ചെയ്തത് ഞാൻ പറയില്ല. അദ്ദേഹം നമ്മളൊരു പാർട്ടായിട്ട് നിൽക്കുകയാണ്. അപ്പൊ എനിക്കൊരു പ്രശ്നം വരികയാണ്, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പോയിട്ട് സംസാരിച്ച് അത് ആൾക്ക് റെഡിയാക്കാൻ സോൾവ് ചെയ്യാൻ അറിയാം. ഈ പരിപാടി എനിക്ക്
CEO ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഞാനിപ്പോ ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചത് എന്തോ ഒരു ചക്ക വീണപ്പോ മോയില് ചത്തെന്ന് പറഞ്ഞ പോലത്തെ ഒരു കണ്ടുപിടുത്താണ് എൻ്റെ. പക്ഷെ നമ്മൾ സീരിയസ് ആയിട്ട് പുതിയ പ്രൊഡക്റ്റിൽ ഇന്നോവേഷൻ കൊണ്ടുവരണം, അല്ലെങ്കിൽ പുതിയ പ്രൊഡക്റ്റുകൾ ഇറക്കണം. ഇപ്പൊ ഞങ്ങളിപ്പോ ഒരു റീസെന്റ് ആയിട്ട് ട്രോൺസ്ലേറ്റ്സ് എന്നുള്ള ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, സയൻസ് 7 എന്ന് പറഞ്ഞിട്ട്, സോറി സൈനസൈറ്റിസ് എന്നുള്ള ഒരു പ്രൊഡക്റ്റ് സയൻസ് 7 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനും നമ്മളുടെ ഒരു ഹെർബൽ കമ്പനികൾക്കൊക്കെ ഞങ്ങൾ റാസിഫ് മുഹമ്മദ് പറഞ്ഞിട്ട് നമ്മുടെ ഒരു CEO ഉണ്ട്. അപ്പൊ അദ്ദേഹമാണ് അതിന്റെ R&D നോക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മുക്സിത്ത്, ജമീൽ, ഷെരീഫ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവരുണ്ട്. ഒരു ഫുൾ ടീം ഫംഗ്ഷനിങ് ആണ്. ഒരു ടീമാണ്. ഞാൻ അതായത് ഷഫീഖ് അവിടെ ഫിസിക്കലി ഇല്ലെങ്കിലും കാര്യങ്ങൾ നടന്നു പോകും. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ മാർക്കറ്റിംഗ് സ്പെൻഡ്. കാരണം പലപ്പോഴും കമ്പനീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ ഏറ്റവും അധികം പൈസ മാറ്റി വെക്കുന്ന അഡ്വർടൈസിങ്, മാർക്കറ്റിംഗ് സ്പെൻഡ്. ഷഫീഖിന്റെ അതിലേക്കുള്ള കാഴ്ചപ്പാട് എങ്ങനെയായിരുന്നു? ഞാൻ ഓൺലൈനിലാണല്ലോ ഗ്രോ ചെയ്തു വന്നത്. അപ്പം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു സംഭവം, ഒരു ട്രഡീഷണൽ വേലല്ല ഞാൻ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാറ്. നമ്മൾ ഒരു 100 രൂപ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് 1000 രൂപ കിട്ടുന്നുണ്ടോ നോക്കുന്ന ഒരു പരിപാടി ഉണ്ട്. നമ്മൾ ROAS എന്ന് പറയും, റിട്ടേൺ ഓൺ ആഡ് സ്പെൻഡ്. ഇതിപ്പോൾ ഓൺലൈനിൽ നമ്മൾ ഒരു സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഇത് നമുക്ക് റിട്ടേൺ കിട്ടണം. അതല്ലെങ്കിൽ നമ്മൾ റിലയൻസോ അല്ലെങ്കിൽ വലിയ കമ്പനികളാവണം. നമുക്ക് അത് പറയും ബേൺ ചെയ്യാന്ന് പറയും. അപ്പോൾ വലിയ കമ്പനികൾ മാർക്കറ്റിൽ ബേൺ ചെയ്യുക. അവർക്ക് എത്ര പൈസ മാർക്കറ്റിംഗിൽ പോയാലും ആ കസ്റ്റമർ വരണം, ലാഭം അവരുടെ പ്രയോറിറ്റി അല്ല. ഞങ്ങളുടെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്രോച്ചാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആഡ് സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ റിട്ടേൺ വരുന്നുണ്ടോ എന്നുള്ളത് ഞങ്ങൾ റെഗുലറായിട്ട് നോക്കും. അപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ പേപ്പറിൽ ആഡ് ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ ട്രഡീഷണൽ മീഡിയയിൽ നമ്മൾ ചെയ്യണമെന്നില്ല. പക്ഷെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വേറൊരു പർപ്പസ് ഉണ്ടാവും. അത് ചിലപ്പോൾ നമ്മൾ റിട്ടേൺ ആയിരിക്കില്ല നോക്കുന്നത്. ഓൺലൈനിൽ ഞങ്ങളൊരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു റിട്ടേൺ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജിയാണ് ചെയ്യാറ്. അതുപോലെ തന്നെ സാധനങ്ങൾ ആമസോണിൽ ലിസ്റ്റ് ചെയ്യണോ അതോ കടയിൽ കൊടുക്കണോ, കടയിൽ സ്പെൻഡ് ചെയ്യണോ, അത് എത്ര പ്രൊപ്പോർഷൻ എവിടെ കൊടുക്കണം, അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? നമ്മളൊരു സ്റ്റാർട്ടപ്പ് കമ്പനി ആണെങ്കിൽ, ഇപ്പം ഞങ്ങളെ പോലത്തെ ഗുഡ് എയർ പോലത്തെ ഒരു പ്രൊഡക്റ്റ് ഒരാൾ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്യാണ് ബെറ്റർ. കാരണം ഇതിന് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. ഇപ്പം ആമസോണിൽ ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാൻ ഫീസ് 0 ആണ്. വേറെ ഒരു എക്സ്പെൻസ് വരും. നമുക്ക് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കോസ്റ്റ്, ഇനിയിപ്പോൾ ആരെങ്കിലും അതിൻ്റെ ഒരു സർവീസ് ചാർജ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പൈസ അല്ലാതെ വേറെ ചിലവില്ല. പക്ഷെ നമ്മൾ പുറത്തൊരു ഓഫ്ലൈൻ ഷോപ്പോ അല്ലെങ്കിൽ ഓഫ്ലൈനിലേക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ കൊടുക്കുന്ന സംഭവത്തിന്റെ പേയ്മെന്റ് അപ്പം കിട്ടണം നിർബന്ധമില്ല. അതല്ലെങ്കിൽ നമ്മളൊരു എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡ് ആയിരിക്കണം. അപ്പൊ ഇപ്പോഴും അവൈലബിൾ ആണോ ഓഫ്ലൈൻ ഷോപ്സിൽ? ഗുഡ് എയർ ആണോ? ഗുഡ് എയർ ഞങ്ങളിപ്പോൾ ഒമ്നി ചാനലാണ്. അതായത് ഞങ്ങൾ ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓഫ്ലൈനിലേക്ക് എക്സ്പാൻഡ് ചെയ്ത ബ്രാൻഡാണ്. അപ്പോൾ ഞങ്ങൾ ലുലുവിൽ അവൈലബിൾ ആണ് നമ്മളെ പ്രൊഡക്റ്റ്, മൈജിയിൽ അവൈലബിൾ ആണ്, പിന്നെ ടൊയോട്ടയുടെ പല ഷോറൂമുകളിലും നമ്മളെ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അങ്ങനെ ഒരുവിധം ഓഫ്ലൈൻ ആളുകളായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഓൺലൈനിൽ ഡിമാൻഡ് ഉണ്ട് എന്ന് കാണിച്ചിട്ടാണ് പോകുന്നത് അവരുടെ അടുത്ത്. അതല്ലെങ്കിൽ അവർക്ക് ഇത് അറിയില്ല, അല്ലെങ്കിൽ അവർ എടുക്കില്ല ആ ഒരു സംഭവം. സ്ട്രാറ്റജി അല്ലേ? യെസ് യെസ്. അത് ഈ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു പോയിന്റ് വെച്ചാൽ നമ്മൾ വളർത്തും, ഇന്നടുത്ത് എത്തി, ഇനി അടുത്ത ലെവലിലേക്ക് പോകണം. ഇപ്പൊ ഷഫീഖ് ഏത് ലെവലാണ് അടുത്ത് കാണുന്നത്? ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ടേണർ ഓഫ് ദ കമ്പനി ഇന്നടുത്ത് എത്തിക്കണം എന്ന എന്തെങ്കിലും ഒരു അങ്ങനെ ഒരു സ്ട്രാറ്റജി ഉണ്ടോ മനസ്സിൽ? പിന്നെ ഇപ്പോൾ മെയിൻ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഓരോ കമ്പനികളെ പറ്റിയിട്ട് ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞാൽ മുമ്പ് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിൻ്റെ ഒരു റിയാലിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഒരു കമ്പനി ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിൽ ഒരു പവർഫുൾ ടീം വേണം. ഇപ്പോൾ നമ്മളതിൽ ടീമുണ്ട്, ഇല്ല എന്നല്ലേ പറയണത്. ഇപ്പം നമ്മൾ പറയില്ലേ, നമ്മൾ നാട്ടിൽ ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നാട്ടിൽ ക്രിക്കറ്റ് കളിക്കുന്ന ആ ഒരു നാടൻ കളികളാണ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ മലയാളി ബ്രാൻഡാണ് നമ്മളുടെ ഫ്രഷ് ടു ഹോം, അറിയാലോ. അവരുടെ മുന്നത്തെ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് സീ ടു ഹോം എന്നായിരുന്നു. അതായത് ഓൺലൈനായിട്ട് ഫിഷ് വീട്ടിലേക്ക് കിട്ടും. അതാണ് അവരുടെ കോൺസെപ്റ്റ്. മാത്യു അദ്ദേഹമാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അവര് അത് ചെയ്ത് ആ ബിസിനസ് മനോഹരമായിട്ടുള്ളൊരു ബിസിനസ്സാണ്. അത് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു ഐഡിയ ആണ്. മീന് വീട്ടിലേക്ക് എത്തുന്നു. പല ആൾക്കാരും വിചാരിക്കും നമ്മൾ മീന് മാർക്കറ്റിൽ പോയിട്ട് മേടിച്ചാലല്ലേ വർക്ക് ആവുള്ളൂ. അപ്പൊ അത് അങ്ങനെയല്ല, ബ്രേക്ക് ചെയ്ത് നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് കിട്ടുന്നതിനേക്കാളും ഫ്രഷ് മീന് വീട്ടിലേക്ക് കിട്ടിയപ്പോൾ ആളുകൾ ഇതാക്കി. പക്ഷേ ഇതിൻ്റെ ഐഡിയ ഉള്ളൂ, ഇത് സ്കെയിൽ ചെയ്യാനും ഇതൊരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള സംഭവം അന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. 2015
ഷാൻ കടവിൽ എന്ന് പറഞ്ഞിട്ടുള്ള ആളും അദ്ദേഹത്തിൻ്റെ ഒരു ടീമും കൂടിയിട്ട് ഈ C2 ഹോമിനെ ഫ്രഷ് ടു ഹോം ആക്കുകയാണ്. അവിടെ നിന്നാണ് ഇന്ന് 1000 കോടിക്ക് മുകളിലാണ് ഈ ഫ്രഷ് ടു ഹോമിൻ്റെ ഒരു വാല്യുവേഷനും അവരുടെ ഒരു ബിസിനസ്സൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഷാൻ കടവിൽ കൊണ്ടുവന്നു അദ്ദേഹത്തിൻ്റെ ഒരു ടീം വന്നു, ഒരു CTO ടീമുകളെല്ലാം വന്നിട്ട് ടെക്നോളജി മൊത്തം മാറ്റി. ഇവർക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, വെബ്സൈറ്റ് പൊട്ടുന്നു, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ ഇതില്ല, ഇവരുടെ ഡാറ്റ. ഇപ്പോൾ ഞങ്ങൾക്ക് 1,00,000 മേലെ കസ്റ്റമേഴ്സ് ഉണ്ട്. ഞങ്ങൾ ഈ ഡാറ്റ ഇന്ന് വരെ പഠിച്ചിട്ടില്ല. ഞങ്ങൾ ഈ ഡാറ്റ പഠിച്ചിട്ട് അതിന് വേണ്ട രീതിയിലുള്ള ആഡ്സ് ഇപ്പോഴും ഞങ്ങൾ ചെയ്യുന്നില്ല. ഞങ്ങളിപ്പോഴും സെയിൽ ചെയ്യുന്നത് മൗത്ത് പബ്ലിസിറ്റി, പ്രൊഡക്റ്റ് നല്ലതാണ്, ഉപയോഗിച്ചവരുടെ ഫീഡ്ബാക്ക്, ഇതാണ് ഞങ്ങൾ സെയിൽ ചെയ്യുന്നത്. മൈക്രോസോഫ്റ്റ് നോക്കിയയുടെ പോലെ പൂട്ടാരായിട്ടുള്ളൊരു ലെവലിലേക്ക് പോവുമായിരുന്നു. അത് കംപ്ലീറ്റ് ആയിട്ട് സീറോ എന്നല്ല ഞാൻ പറയണത്. ഇവർ OS കൂടുതൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇവർ ഫോക്കസ് ചെയ്തിരുന്നത്. സത്യ നദല്ല എന്ന് പറഞ്ഞിട്ടുള്ള ആൾ 2014 മൈക്രോസോഫ്റ്റിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാറ്റി വെച്ചിട്ട് അതിനൊരു ക്ലൗഡ് ഫസ്റ്റ് എന്നുള്ളൊരു അപ്രോച്ച് കൊണ്ടുവന്നു. ഇവർ ആമസോണിനെ അതുപോലെ തന്നെ ആപ്പിളിനൊക്കെ ആയിട്ട് ടൈപ്പ് ആവുന്ന സമയത്താണ് 2014 മുതൽ മൈക്രോസോഫ്റ്റ് വേറെ ലെവലിലേക്ക് പോകുന്നത്. അപ്പൊ ഇതിൽ നിന്ന് ഗുഡേര അടുത്ത ലെവലിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ ഒരു ടീമാണ് ഇനി ഞാനിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെ ഒരു ആള് അല്ലെങ്കിൽ അങ്ങനെ ഒരു ടീം ഞങ്ങൾക്ക് വേണം. ഇനി ഞങ്ങൾക്ക് ഇത് നമ്മൾ ഈ പറയുന്ന പോലത്തെ പരിപാടിയല്ല ഇത്. കാരണം പറഞ്ഞാൽ ഈ ഒരു ഇന്നോവേഷൻ ലോകത്ത് വേണ്ട ഇന്നോവേഷനാണ്. അതായത് പേറ്റന്റ് ഉണ്ട്. ഇപ്പൊ US-ലില്ലേ ഈ പ്രശ്നം, ചൂടുണ്ട് വണ്ടിയുടെ ഉള്ളിൽ. ഇത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രശ്നമല്ല. അപ്പൊ ഇന്ത്യയിലെ പേറ്റന്റ് ലോകത്ത് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് അതിലൊരു ഇതുണ്ട്, എന്താ പറയാ, ഇത് ഇന്ത്യൻ പേറ്റന്റ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പൊ ഞങ്ങൾ US പേറ്റന്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ ഇത് നമുക്ക് ലോകം മുഴുവൻ UAE എല്ലായിടത്തും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അതുപോലെ OEM എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം, ഇത് നമുക്ക് വണ്ടി ഇറങ്ങുമ്പോൾ തന്നെ ഈ ഒരു ടെക്നോളജി കൊടുത്തൂടെ. അതായത് നിങ്ങളുടെ കാർ പുറത്ത് നിൽക്കുമ്പോൾ 24/7 വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ്. അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റ് നമുക്ക് സേഫ് ആണോ എന്നൊരു ഇവാലുവേഷൻ അതും കൂടി എല്ലാ കൺട്രീസിലും ചെയ്യത്തില്ല. അത് നമ്മൾ ഇന്ത്യയിൽ ചെയ്തതല്ലേ? അതെ, അതാണ് നമ്മളെ ക്ലിനിക്കൽ സ്റ്റഡി. അതായത് ഇതൊന്നും ഒരു പ്രൊഡക്റ്റിൽ ആരും ആലോചിക്കുക പോലും ഇല്ല. ഒരു എയർ ഫ്രഷ്നറോ അല്ലെ എയർ പ്യൂരിഫയറിൽ ആരെങ്കിലും പോയി ക്ലിനിക്കൽ സ്റ്റഡി ചെയ്യോ? ഞങ്ങളത് ചെയ്തു. കാരണം ഇത് പേഷ്യൻസിൽ ഇത് വർക്ക് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ അത് എത്രത്തോളം, ഇപ്പൊ ഞങ്ങള് ഒരു 30 പേഷ്യന്റ് ഡാമേജ് ഉണ്ടാവുന്നുണ്ടോ, അപ്പൊ അത് സ്റ്റഡി ചെയ്തിട്ടാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടുന്നത്. അപ്പൊ അത് ഞങ്ങളല്ല ചെയ്യുന്നത്, ഡോക്ടേഴ്സാണ് ചെയ്യുന്നത്. അവരെ പേഷ്യൻസിൽ ചെയ്യുന്നു. അങ്ങനെ അത് നമ്മൾ ജേണലിൽ പബ്ലിഷ് ചെയ്യണം, ഇന്റർനാഷണൽ ജേണലിൽ. അപ്പൊ ഇവിടെ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് സെലിബ്രിറ്റീസ് വളരെ അധികം ഇൻവെസ്റ്റഡ് ആയിരിക്കും ഇങ്ങനത്തെ പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിൽ. പിന്നെ ഓഫ് കോഴ്സ് വി ഹാവ് ഇൻവെസ്റ്റേഴ്സ്. അങ്ങനത്തെ ആൾക്കാർക്ക് താല്പര്യം കാണും. ഇതിനെക്കുറിച്ചൊക്കെ എപ്പോഴെങ്കിലും ഹാവ് യു ട്രൈ ടു ടച്ച് ബേസ് വിത്ത് എനിബഡി? അങ്ങനെ എന്തെങ്കിലും സെലിബ്രിറ്റീസ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തത് അത് സ്റ്റഡി ചെയ്തിട്ടുണ്ടോ? ബിക്കോസ് ദാറ്റ് ഈസ് വേർ യു വാണ്ട് ടു ലൈക്ക് എക്സ്പാൻഡ് ഇൻ ടു, അല്ലേ? ദാറ്റ് സം പ്ലേസ് സംതിങ് ദാറ്റ് ഹാസ് ടു ജസ്റ്റ് കം ഇൻ ആൻഡ് കണക്ട്. 100%. ഇതൊക്കെ ഇപ്പൊ നമ്മൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ കുറെ പറയാനുണ്ട്. ഇപ്പൊ ഞാനൊരു 2-3 എക്സാമ്പിൾ പറയാം. കത്രീന കൈഫിന്റെ ഒരു ബ്രാൻഡ് ഉണ്ട്, കെ ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ട്. ഇവരിത് 2 കോടി ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങിയതാ. ഇത് നൈക്കാനായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഇന്ന് അതിന്റെ വാല്യുവേഷൻ എന്ന് പറഞ്ഞത് 350 കോടി രൂപയാണ്. നയൻതാര ഒരു ചായ്വാല എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു 2021. അതൊരു ഫ്ലോപ്പ് ആയിരുന്നു ആ സംഭവം. പിന്നെ അത് കഴിഞ്ഞിട്ട് നയൻതാര ഒരു D2C ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. നയൻ സ്കിന്ന്, ഫെമിനയൻ ലിപ് ബാം കമ്പനി. അതൊരു ഡോക്ടറായിട്ട് ചെയ്തിട്ട്. അതായത് ഇതിലുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ ഒരു സെലിബ്രിറ്റി ഒരു ബ്രാൻഡ് തുടങ്ങാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ആ പ്രൊഡക്റ്റ് സോഴ്സ് ചെയ്യാൻ അറിയണമെന്നില്ല, അല്ലെ ആ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ അറിയണമെന്നില്ല. പക്ഷെ ഇത് മാർക്കറ്റ് ചെയ്യാൻ ഇവരെക്കാളും വേറൊരു വേ ഇല്ലെന്ന്. ഇവർക്ക് ചിലപ്പോൾ 5 മില്യൺ 10 മില്യൺ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇവര് ഈ സെലിബ്രിറ്റീസിന്റെ ഒരു പ്രോബ്ലം വരുന്നത് എവിടെയെന്ന് പറഞ്ഞാൽ, ഇവർക്ക് നല്ലൊരു പ്രൊഡക്റ്റ് സോഴ്സ് ചെയ്യാൻ പറ്റാത്തതാണ്. ഇപ്പോൾ അവർക്ക് ബിസിനസ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പൊ ഈ നയൻതാര ചെയ്തത് എന്താന്ന് പറഞ്ഞാൽ, ലിപ് ബാം കമ്പനി, ഈ ഡെർമറ്റോളജിസ്റ്റ് റെനീറ്റ രാജെന്ന എനിക്ക് തോന്നുന്നുണ്ട്, അവരായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഈ ലിപ് ബാം കമ്പനി തുടങ്ങുന്നത്. നയൻ സ്കിന്ന്, ഫെമിനൈനൊക്കെ ഇവർ തുടങ്ങുന്നത് വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ ഇവർ തന്നെ തുടങ്ങുകയാണ്. ഇപ്പോൾ അത് തിര ബ്യൂട്ടി എന്നാ തോന്നുന്നുണ്ട്. ഇഷ അംബാനി അവരുടെ ഇതാണ് ഇപ്പോൾ, അവരുടെ സ്റ്റോർ വഴിയാണ് ഇപ്പോൾ അതിന്റെ സെല്ലിങ്ങും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവർ ഡയറക്റ്റ് തുടങ്ങുന്ന സംഭവമാണ്, D2C. നമ്മുടെ ദുൽഖർ ചെയ്യുന്ന വേറെ സ്ട്രാറ്റജി. ദുൽഖർ സ്വന്തമായിട്ടൊരു D2C ബിസിനസ് തുടങ്ങല്ലേ ചെയ്യുന്നത്. ദുൽഖർ സക്സസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹം അതിലൊരു
സ്മാർട്ട് ഇൻവെസ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് ആൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വെൽബീങ് ന്യൂട്രീഷൻ, അതുപോലെ ഇപ്പോൾ അൾട്രാ വയലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനികളിലൊക്കെ ദുൽഖർ ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഞാനൊരു സീക്രട്ട് ചോദിക്കട്ടെ, ഇവരാരെയും ടച്ച് ബേസ് ചെയ്യാൻ നോക്കിയില്ലേ? ഞാൻ പണ്ട് സിനിമ നടക്കുമ്പോ തന്നെ എല്ലാവരുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാക്കിയതാണ്. പക്ഷെ കിട്ടില്ല, നമുക്ക് അങ്ങനൊന്നും നമുക്ക് കിട്ടില്ല. അപ്പൊ കിട്ടില്ല. പക്ഷെ ഇവർക്ക് ഇത് ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റി ഇതിലുണ്ട്. അതായത് സിനിമയിൽ നിന്ന് ഉണ്ടാക്കുന്നതിനേക്കാളും എത്രയോ, അതായത് നെക്സ്റ്റ് ജനറേഷന് പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡ് ഇവർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇതിപ്പോ എപ്പോഴും പറയാറുള്ള പോലെ പ്രൊഡക്റ്റ് നല്ലതാവണം. ഏത് സെലിബ്രിറ്റി ആയിട്ടും കാര്യമില്ല, പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ സെലിബ്രിറ്റി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഗ്രോത്ത് എക്സ്പൊണൻഷ്യൽ ആയിരിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഷെഫീക്ക് ഇരിക്കുന്ന പോയിന്റ് എല്ലാ ഇൻവെസ്റ്റേഴ്സും ആ ഒരു ഫേസിലൂടെ കടന്നു പോകുന്നതാണോ? where you want to expand and you're looking for the right tie-ups, whether it is in terms of investments or the technology or the team. യെസ്, അതാണ് ഞാൻ ഗുഡ്ഡെയറിനെ പറ്റി ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു റോഡ് മാപ്പ് ഉണ്ട്. ഒരു 100 കോടി അച്ചീവ് ചെയ്യാനുള്ള റോഡ് മാപ്പ് എൻ്റെ കയ്യിലുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമുക്കൊരു സെലിബ്രിറ്റി വന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ എനിക്ക് തന്നെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഞങ്ങൾക്ക് അതിനുള്ള ഒരു ടീമുണ്ട്, R&D ടീം എല്ലാം നമുക്കുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റാസിഫ്, അവരൊക്കെ നമുക്കൊരു വലിയ ടീമുണ്ട്. അത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. പക്ഷെ എനിക്ക് വേണ്ടത് അതല്ല. എനിക്ക് ഗുഡ്ഡെയറിലേക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എക്സ്പൊണൻഷ്യൽ ഗ്രോത്താ വേണ്ടത്. എനിക്ക് എന്റെ 2ാമത്തെ പാഠം സ്റ്റാർട്ട് ചെയ്യണം എനിക്ക്. അപ്പൊ എനിക്ക് അറിയാത്ത കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളാണ് എനിക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് പല കമ്പനികളുടെ ഗ്ലോബൽ CEO അല്ലെങ്കിൽ ഗ്ലോബൽ CTO പോലത്തെ ആളുകൾ ഗുഡ്ഡെയറിലേക്ക് വരണം. അപ്പൊ എനിക്ക് എന്താണ്, അതും എനിക്ക് പഠിക്കാൻ പറ്റി. എനിക്ക് ഇനി വേറെ കുറെ ബ്രാൻഡുകൾ വരുമ്പോൾ അതിലൊക്കെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. You are a dream come true for millions of young men. കാരണം ഒരു പോയിന്റിൽ ഒന്നുമില്ലാതെ എന്താണ് മുന്നോട്ട് എന്ന് ക്വസ്റ്റ്യൻ മാർക്ക് അടിച്ച് നടന്നിരുന്ന ഒരാള് ഇന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ തന്നെ നമ്മുടെ പോഡ്കാസ്റ്റിന് എവിടെ നിന്ന് തുടങ്ങി നമ്മൾ എവിടെ എത്തി. such an amazing story and such an inspiration to many. ഇപ്പോഴെന്താണ് വിഷൻ ഫോർ യുവർ ബ്രാൻഡ്? എൻ്റെ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഗുഡ്ഡെയർ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് പല ആളുകൾക്കും അറിയില്ല. അറിയുന്ന ആളുകൾ അത് ഭയങ്കരമായിട്ട് പല ആളുകളായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ പെപ്സി, കൊക്കോകോള ഒക്കെ കിട്ടുന്ന, അല്ലെങ്കിൽ ടൊയോട്ട വേറൊരു രാജ്യത്തിന്റെ ഒരു ബ്രാൻഡാണ്, ജപ്പാനാന്ന് തോന്നുന്നുണ്ട്. ഇതുപോലത്തെ എല്ലാ രാജ്യങ്ങളിലും കിട്ടുന്ന ഒരു ബ്രാൻഡ് ആയിട്ട് മാറണം ഗുഡ്ഡെയർ. അതാണ് ഗുഡ്ഡെയറിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത്. ഒപ്പം എന്നെ വിശ്വസിച്ച്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ഉള്ള ആളുകൾ, അല്ലെങ്കിൽ എൻ്റെ ഒരു ടീമുണ്ട്, എൻ്റെ ഒരു കോർ ടീം എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മളുടെ കൂടെ ഉള്ള ആളുകളുണ്ട്, അവര് ഗ്രോ ചെയ്യുന്നത് എനിക്ക് കാണാൻ പറ്റണം. അല്ലെ അവർ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നത്. ഞങ്ങൾ ഇപ്പോൾ പല കമ്പനികളിലും KRA, KPI, ടാർജറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല സംഭവങ്ങളുണ്ട്. ഇപ്പം ഞങ്ങളുടെ കമ്പനിയിൽ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന, എന്നെയായിട്ട് സറൗണ്ട് ചെയ്യുന്ന ആളുകൾക്കൊന്നും ഒരു ടാർജറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ അവരോട് പറയാറുള്ളതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഇന്ന കാര്യം നടക്കണം, നമുക്ക് ഇതാണ് സെയിൽസ്, ഈ സെയിൽസ് എത്താൻ വേണ്ടിയിട്ടുള്ള ചില സ്ട്രാറ്റജീസ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ബാക്കിയുള്ള സ്ട്രാറ്റജീസ് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എക്സിക്യൂഷൻ ചെയ്യും. നമുക്ക് മന്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഇത് നടന്നിരിക്കണം. അപ്പൊ ഷെഫീഖിനെ എങ്ങനെയാണ് അപ്ഗ്രേഡ് ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് അപ്സ്കിൽ ചെയ്യുന്നത്, ഇൻ ടേംസ് ഓഫ് നോളജ്? MBA ചെയ്യണോ, അങ്ങനെ എന്തെങ്കിലും പ്ലാൻസ്? ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. ഞാൻ എന്നെ അപ്സ്കിൽ ചെയ്യാനൊന്നും ഞാൻ ചെയ്യാറില്ല. ഞാൻ എപ്പോഴും ഇതിലെന്താണ് നെക്സ്റ്റ് എന്താണ്, അല്ലെങ്കിൽ അടുത്ത ഒരു സംഭവം. ഇപ്പൊ ഇതൊന്നും ചിലപ്പോൾ ഒരു പോഡ്കാസ്റ്റിൽ ആരും ഓപ്പണായി പറയാത്ത കാര്യങ്ങളാണ്. അതായത് ഞങ്ങൾക്ക് അതറിയില്ല, അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ ഇവരെ വേണം, അതൊന്നും ചിലപ്പോൾ നമ്മൾ പബ്ലിക്കായി പറയേണ്ട ഒരു കാര്യമല്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് അറിയില്ല എന്ന് പറയണതിൽ സന്തോഷമുള്ളൂ. എനിക്ക് അങ്ങനെയുള്ള ആളുകൾ വന്നാലേ ഇനി അടുത്ത പരിപാടി എൻ്റെ നടക്കുള്ളൂ. അതാണ് നമ്മൾ ആ ഒരു ലെവലിൽ ഞാൻ ചെയ്തു. അല്ല ഞാൻ കുറെ ഡെയിലി ഒരു 3 ബുക്ക് റീഡ് ചെയ്യുക, അങ്ങനെ ഒന്നുമില്ല. Wish you all the very best, Shafiq. It was a lovely conversation and എൻ്റെ എനർജി ലെവൽ ഇത്തിരി ഡൗൺ ആയിരുന്നു ആക്ച്വലി ഷോട്ട് തുടങ്ങുന്നതിന് മുമ്പ്. അതൊക്കെ പെപ്പപ്പ് ആയി and I feel like may all your dreams come true. Thank you so much. And you are an inspiration for millions of young people out there. And ഇത് ഇങ്ങനെ തന്നെ വളരട്ടെ. And സ്വപ്നം കണ്ടതുപോലെ എല്ലാ കൺട്രീസിലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട പ്രോഗ്രാമാണ് പോഡ്കാസ്റ്റുകൾ. ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ഇവിടെ വരാൻ കഴിഞ്ഞതിലും ഇങ്ങനെ ഒരു കോൺവെർസേഷൻ നടത്താൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. Thank you so much, Shafiq. Love to your family and your little girl. Thank you so much. Thank you so much for being a part of the show. Sure.